പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. നിങ്ങളോട് ഒരുമിച്ച് വീണ്ടും ഇപ്രകാരമായിരിക്കുവാൻ സഭ കൃപാലുവായ ദൈവം ഈ പുതുവർഷത്തില് നൽകി തന്ന നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും ജീവിതാനുഭവങ്ങളുമായി നിങ്ങളോടൊപ്പം സമയം ചെലവഴിപ്പാൻ കർത്താവ് സഹായിച്ചതുപോലെ ഈ വർഷവും ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ഇന്ന് ഈ സാക്ഷ്യത്തിന്റെ ഒടുവിലായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആകയാൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കുക, പ്രാർത്ഥനയോടെ ആയിരിക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവുമായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച കർത്താവിന്റെ ദാസി സിസ്റ്റർ ഷീജ ജോസഫ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ ദാസിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ് സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസിയെ ഞങ്ങൾക്ക് അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ വളരെ സന്തോഷമുണ്ട്. കർത്താവ് സഹായിക്കുമാറാകട്ടെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ക്ഷേമമായിരിക്കുന്നോ? കൃപയാൽ സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ സിസ്റ്റർ, എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് പറയാമോ? ഞാനിപ്പോൾ ഇടുക്കി ജില്ലയിലെ അടിമാലിക്കടുത്തുനിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് എനിക്ക് ഹസ്ബൻഡ്, 2 മക്കള്. ഞങ്ങൾ കർത്താവിന്റെ വേല ചെയ്യുന്നു. കുഞ്ഞുങ്ങൾ 2 പേരും ഡിഗ്രി വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, കർത്താവിന്റെ ദാസിയെ പരിചയപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് അരോമ ടി വിയില് കർത്താവിന്റെ ദാസ പാസ്റ്റർ ജോസഫ് സെബാസ്റ്റ്യന്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മിറക്കിൾ ടെസ്റ്റിമണി നിങ്ങൾ ഇതിനോട് കേട്ട് കാണും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവദാസന്റെ സഹധർമ്മിണിയാണ് സിസ്റ്റർ ഷീജ ജോസഫ്. ഇന്ന് തീർച്ചയായിട്ടും നമുക്ക് ഏവർക്കും വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിന്റെ ദാസിയുടെ സാക്ഷ്യം കേൾക്കുവാൻ ഇടയായി തീരട്ടെ. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ആകട്ടെ, കർത്താവിന്റെ ദാസി ജീവിതത്തിലെ ദൈവം നടത്തിയ നാൾ വഴികളെ കുറിച്ച് തുടർന്ന് സംസാരിക്കാം. അതുപോലെ കുട്ടിക്കാലത്തെ നല്ല ഓർമ്മകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറയാം. മാതാപിതാക്കന്മാർ, സഹോദരങ്ങള്, ഈ പ്രിയപ്പെട്ടവരെ കുറിച്ചൊക്കെ നല്ല ഓർമ്മകള്, ദൈവനാമ മഹത്വത്തിന് വേണ്ടി സിസ്റ്റർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തുടർന്ന് സംസാരിക്കാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സ്വദേശം, ജന്മനാട് എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ ഈട്ടിക്കടുത്ത് അറബി എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെടുവാൻ ഇടയായത്. പെന്തക്കോസ്ത് മാതാപിതാക്കളാൽ തന്നെ ജനിച്ചു വളർത്തപ്പെട്ടു. അതുകൊണ്ട് ചെറുപ്രായം മുതൽ തന്നെ മാതാപിതാക്കളെ ദൈവിക പത്യോപദേശത്തിൽ തന്നെ വളർത്തിക്കൊണ്ടു വന്നു. എനിക്ക് മാതാവും പിതാവും, എനിക്ക് നേരെ ഒരു ഇളയ സഹോദരിയും ഏറ്റവും ഇളയ ഒരു സഹോദരനും ഉണ്ട്. എല്ലാവരും കുടുംബസ്ഥരാണ്. ഞങ്ങള് ചെറുപ്രായത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെയൊക്കെയും വളരുവാൻ ഇടയായി. അതുപോലെ തന്നെ എൻ്റെ ചെറിയ പ്രായം എന്ന് പറയുന്നത് ഞാനൊരു 9 വയസ്സ് വരെ ആരോഗ്യവതിയായി തന്നെ വളർന്നു വന്നു. 10 വയസ്സുള്ള സമയത്ത് എനിക്ക് ഒരു രോഗം പിടിപെടുവാൻ ഇടയായി. അപ്പോൾ ഞാൻ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത്, അപ്പോൾ ഞാൻ 10 വയസ്സുള്ളപ്പോൾ എൻ്റെ കിഡ്നി കംപ്ലൈന്റ് ആയിട്ട് ഞാൻ ഒത്തിരി ട്രീറ്റ്മെന്റിലൂടെ കടന്നു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. 2 വർഷത്തോളം എനിക്ക് സ്കൂളിൽ കടന്നു പോകാൻ കഴിയാതെയൊക്കെ ഞാൻ ഭാരപ്പെട്ടു. ഞങ്ങളുടെ അറബി AG ചർച്ച് എന്ന് പറയുന്ന ഒരു വലിയ ചർച്ചാണ്. ചർച്ചിന്റെ തൊട്ടടുത്ത് ഏറ്റവും അടുത്ത വീടാണ് ഞങ്ങളുടെ വീട്. അപ്പം എപ്പോഴും ദൈവമക്കൾ കയറി വരികയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെങ്കിൽ 2 വർഷത്തോളം എൻ്റെ മാതാപിതാക്കള് അവരുടെ സാമ്പത്തികം മുഴുവൻ ചെലവഴിച്ചിട്ടും എനിക്കൊരു വിടുതലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എൻ്റെ പിതാവ് വലിയ പൂർണ്ണ വിശ്വാസിയല്ലെങ്കിലും ഒരല്പവിശ്വാസിയാണ്. അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളെങ്കിലും പിതാവിനാൽ കഴിയുന്ന പോലെ പിതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചർച്ചിൽ ഓരോ നേർച്ചകളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു. എൻ്റെ കുഞ്ഞിന് സൗഖ്യം കൊടുക്കുവാണെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ആലയത്തിന് വേണ്ടി ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പിതാവ് ആലയത്തിൽ നേർച്ചകളൊക്കെ നേർന്നു. അങ്ങനെ ഇന്നേക്കൊരു 30 വർഷം മുമ്പ് പിതാവ് ഇങ്ങനെ ചർച്ചിൽ നേർന്നു. അന്ന് ഞങ്ങളുടെ ചർച്ചിൽ പെട്രോൾ മാക്സ് രാത്രി മീറ്റിംഗ് ഒക്കെ നടത്തുന്നതിന് വേണ്ടി. അപ്പൊ അന്ന് ഈ ഗ്യാസിന്റെ മാക്സ് ഇറങ്ങുന്ന ഒരു സമയമാണ്, നല്ല കോസ്റ്റ്ലി ആണ്.
എന്നാലും പിതാവ് അത് ഞാൻ ചർച്ചിന് കൊടുക്കാം, എൻ്റെ കുഞ്ഞിന് സൗഖ്യം കിട്ടുവാണെങ്കിൽ ഞാനത് ചർച്ചിന് വാങ്ങിച്ചു കൊടുക്കാം എന്ന് നേർന്നു. ആലയത്തിൽ ഇടേണ്ടതായ ചവിട്ടികൾ, മെത്തകൾ അതെല്ലാം പിതാവ് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ സഭ വളരെ ശക്തമായി പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് സൗഖ്യം, കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. ഒരുപാട് ട്രീറ്റ്മെന്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാസങ്ങളോളം ഞാൻ ചികിത്സയിൽ കഴിഞ്ഞതായ സമയങ്ങളുണ്ടായിരുന്നു. ഓരോ പ്രാവശ്യവും വീട്ടിലേക്ക് കടന്നു വരും, ട്രീറ്റ്മെന്റിന് ശേഷം കടന്നു വരും, വീണ്ടും അതുപോലെ തന്നെ സുഖമില്ലാതാകും. ഒരു പ്രാവശ്യം എനിക്ക് ഇതിൽ നിന്നൊരു മോചനം, എനിക്ക് പിഞ്ചു പ്രായത്തിൽ ഒത്തിരി സങ്കടങ്ങളിലൂടെ കടന്നുപോയി. എപ്പോഴും കണ്ണാടി പോയി നോക്കുമ്പോൾ മുഖമൊക്കെ വിരൂപമായി. നെഫ്രൈറ്റീസ് എന്ന് പറഞ്ഞ ഒരു അസുഖമായിരുന്നു. എൻ്റെ കിഡ്നി രണ്ടും കംപ്ലൈന്റ് ആയിട്ട് ശരീരം മാസകലം നീര് വെച്ച് വളരെ വിരൂപമായ ഒരു അവസ്ഥ. അപ്പൊ ഞാൻ കൂടെ പോയി കണ്ണാടിയിൽ പോയി നോക്കുമ്പോൾ എൻ്റെ മുഖം വിരൂപമായിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. അപ്പൊ ഈ പ്രാവശ്യം ആശുപത്രി പോയിട്ട് വരുമ്പോഴേലും ഒരു കുറവ് വേണം. ഞാൻ അതിന് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ദിവസവും 1 മാസത്തോളൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടക്കേണ്ടി വരും. അപ്പൊ ഞാൻ എന്നും രാവിലെ, എല്ലാ ദിവസമാണോ ആഴ്ചയിൽ ഒന്നാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, രാവിലെ യൂറിൻ ടെസ്റ്റ് ചെയ്യണം. അപ്പൊ അവര് യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ ഒരു കുഞ്ഞു ബോട്ടിലും തരും. ദിവസവും യൂറിൻ എത്ര ലിറ്റർ യൂറിൻ എന്റെ ശരീരത്തിൽ നിന്ന് പോകുന്നുണ്ടെന്നുള്ള അതിന്റെ അളവ് നോക്കാനുള്ള ബോട്ടിൽ, വലിയ 1 ലിറ്ററിന്റെ ബോട്ടിൽ അവർ തരും. അപ്പൊ ഈ ചെറിയ ബോട്ടിലിൽ ഞാൻ ടോയ്ലറ്റിൽ പോയി യൂറിൻ കളക്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം എൻ്റെ ബുദ്ധിയിൽ ഇങ്ങനെ തോന്നി, ഈ യൂറിനകത്ത് ആൽബുമിനും ക്രിയാറ്റിനും ഒന്ന് കുറഞ്ഞു കിട്ടിയായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിലൊന്ന് പോകാമായിരുന്നു. 1 മാസമൊക്കെ ആകുമ്പോഴത്തേനും ആശുപത്രി ജീവിതം അങ്ങ് മടുക്കുമ്പം വീട്ടിൽ പോകാമായിരുന്നു എന്നുള്ളൊരു കൊതി കൊണ്ട് ഒരു ദിവസം എൻ്റെ ആ 10 വയസ്സുള്ള ബുദ്ധിയിൽ എനിക്ക് തോന്നി, ഈ യൂറിൻ കളക്ട് ചെയ്യുന്ന ബോട്ടിലിനകത്ത് പകുതി യൂറിനും പകുതി ടാപ്പിലെ വെള്ളം കൂടെ കളക്ട് ചെയ്ത് ആരും അറിയത്തില്ല. അതപ്പോ ടെസ്റ്റിന് കൊടുക്കുമ്പം നാളെ വരുമ്പോ ആൽബുമിന്റെ ക്രിയാറ്റിന്റെയും അളവ് കുറഞ്ഞു വരും. അപ്പൊ എനിക്ക് വീട്ടിൽ പോകാം. അത് അമ്മയോടോ പപ്പയോടോ ഒന്നും പറയാതെ തന്നെ, ആരോടും അറിയാതെ, ഇപ്പോഴും ഞാൻ അവർക്ക് അറിയാവോ എന്ന് എനിക്കറിയില്ല, ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിറ്റേ നോക്കുമ്പോൾ ആൽബുമിന്റെ അളവ് എന്ന് പറയുമ്പോൾ പ്ലസ് എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ റിസൾട്ട് വരുന്നത്. അപ്പൊ അതിനനുസരിച്ച് എനിക്ക് ടാബ്ലറ്റിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ആൽബുമിന്റെ അളവും ക്രിയാറ്റിന്റെ അളവും ഇങ്ങനെ കുറഞ്ഞു വന്നു. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ കള്ളത്തര ചെയ്തിരുന്നെങ്കിലും എൻ്റെ ഹൃദയം എനിക്കൊരു സൗഖ്യം കിട്ടണം എന്നുള്ളതായിരുന്നു. എൻ്റെ ദൈവം അത് കണ്ടുവെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിനുശേഷം ഒരു 30 വർഷം കൂടെ ദൈവം എനിക്ക് ആയുസ്സിനെ നീട്ടി തന്നു. 2 വർഷത്തിന് ശേഷം 2 മാസത്തോളം ഒരുപാട് ഗുളികകൾ, അത് അന്ന സമയത്ത് ഈ കിഡ്നി സംബന്ധമായ രോഗത്തിന് ടാബ്ലറ്റിന്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമായിരുന്നു. ഇന്നിപ്പം ചിലപ്പോൾ ഒരു പക്ഷെങ്കിലോ ഒരു ടാബ്ലറ്റോ 2 ടാബ്ലറ്റോ കൊടുക്കും. പക്ഷെ ഞാൻ 12 ടാബ്ലറ്റ് ഒക്കെ ഒരു നേരത്ത് കഴിക്കണമായിരുന്നു, ഒരേ ടാബ്ലറ്റ്. അങ്ങനെ ദൈവം എന്തായാലും 2 വർഷത്തിന് ശേഷമാണ് എനിക്ക് സൗഖ്യം തന്നത്. പക്ഷെ എൻ്റെ മാതാപിതാക്കൾ അന്ന് നേർന്നിരുന്നത് എനിക്ക് സൗഖ്യം തന്ന കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇവളെ വളർത്തിക്കൊള്ളാം എന്നുള്ളൊരു ചിന്തയിൽ അവരങ്ങനെ ചെയ്തിരുന്നു. എനിക്ക് എന്തായാലും സൗഖ്യം ദൈവം തന്നു, പൂർണ്ണമായൊരു സൗഖ്യം അതിൽ നിന്ന് കർത്താവ് തന്നു. ഞാൻ 2 വർഷത്തോളം വേണ്ടുന്ന പോലെ ക്ലാസ്സിലൊന്നും പോയിട്ടില്ല എങ്കിലും എന്നെ അറിയുന്ന എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ സ്കൂളിന്റെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട്. ക്ലാസ്സിൽ നന്നായി പഠിക്കുന്നതുകൊണ്ട് അവര് എന്നെ ഒരു ക്ലാസ്സിലും തോൽപ്പിക്കാൻ ഇടയായില്ല. എല്ലാ ക്ലാസ്സിലും ഞാൻ ജയിച്ച് തന്നെ കയറി. ആ 2 വർഷവും കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ 10ാം ക്ലാസ് പാസ്സായി. അതിനുശേഷം +2 പാസ്സായി. +2 പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും ഒരു ജോലി സമ്പാദിക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെ അതിന്റെ ഇടയിൽ തന്നെ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു തോന്നുന്നു, എൻ്റെ പിതാവ് ബസ്സിൽ ജോലിക്കാരനായിരുന്നു. ബസ്സിൽ അവിടെയുള്ള ലോക്കൽ ബസ്സുകളിൽ പോകുമായിരുന്നു. അതിനുശേഷം ബാംഗ്ലൂരും ബോംബെ എന്നുള്ള ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ പപ്പ ജോലിക്ക് വേണ്ടി പോകുമായിരുന്നു. അപ്പൊ 15 ദിവസം കൂടുമ്പോഴാണ് ഭവനത്തിൽ വന്നിരുന്നത്. എന്നാൽ ഞങ്ങളുടെ മാതാവും വളരെ കഷ്ടപ്പെട്ട് ഞങ്ങളെ അല്ലലും അലച്ചിലും ഒന്നും ഇല്ലാതെ, ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ തന്നെയാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 9ലോ 10ലോ പഠിക്കുമ്പോഴാണ് എൻ്റെ പിതാവിന് ഒരു ആക്സിഡന്റ്, ഈ ടൂറിസ്റ്റ് ബസ്, ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റ് ബസ് അപകടത്തിൽ പെടുകയും 1-2 പേര് മരണപ്പെടുകയൊക്കെയും ചെയ്തു. അപ്പൊ ഞാൻ രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് നടന്ന് ഒരു 10 കിലോമീറ്റർ നടന്നു വേണം സ്കൂളിലേക്ക് പോകാൻ. നടന്നു പോകാൻ വേണ്ടി ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ പകുതി വഴി നടക്കുമ്പോൾ ഒരു ജീപ്പ് വന്നിട്ട്, അപ്പൊ ആ ജീപ്പിൽ ഇരിക്കുന്ന ആള് പറഞ്ഞു, ഇത് ഇന്നയാളുടെ മോളാണെന്ന് പറഞ്ഞു. അപ്പൊ ആ വണ്ടിക്കാരൻ ആ വണ്ടിയെ കയറ്റി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിലെത്താനായപ്പോഴാ പറഞ്ഞ, ഇങ്ങനെ വണ്ടി ഒരു ആക്സിഡന്റിൽ പെട്ടിട്ടുണ്ട്, പപ്പയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ആ വണ്ടിയിലെ ആൾക്കാരെയും കൊണ്ട് പപ്പ ഹോസ്പിറ്റലിലേക്ക് പോയേക്കുന്നതാണ്, എന്തായാലും നിങ്ങൾ അത്യാവശ്യമായിട്ട് അവിടെ വരെ ചെല്ലണമെന്ന് പറഞ്ഞു. ആരും സഹായത്തിനില്ല. അമ്മയും ഞാനാണ് മൂത്തത്, അതുകൊണ്ട് അമ്മ എന്നെയും കൂട്ടിക്കൊണ്ട്
കണ്ണൂരുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം എൻ്റെ പിതാവിന്റെ മുഖം തിരിച്ചറിയാൻ വയ്യാതെ അനേക ആക്സിഡന്റ് പറ്റി കിടക്കുന്ന ഒരുപാട് പേരെ വരാന്തകളിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്നപ്പോൾ ആ കൂട്ടത്തിൽ എൻ്റെ പിതാവിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. എങ്കിലും ആ വണ്ടിയുടെ ഓണർ ഇതാണ് മൈക്കിൾ എന്ന് പറഞ്ഞ് എൻ്റെ പിതാവിനെ കാണിച്ചു തരുവാനിടയായി. ഞാനും എൻ്റെ അമ്മയും ഭാഗത്ത് നിലവിളിക്കുവാനിടയായി തീർന്നു. വളരെ മരണകരമായ ഒരു അനർത്ഥമായിരുന്നു എൻ്റെ പിതാവിന് നേരിട്ടത്. എൻ്റെ പിതാവിന്റെ കണ്ണിന്റെ താഴെയുള്ളതായ എല്ലൊക്കെ പൊടിയുവാനും ഒക്കെ ഇടയായി. ഒത്തിരി പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. ഹോസ്പിറ്റലിലെ ചികിത്സയ്ക്കൊക്കെ ശേഷം ഭവനത്തിൽ കടന്നു വന്നുവെങ്കിൽ എൻ്റെ പിതാവിന് ജോലി തുടർന്ന് വണ്ടിയെ പോകാനോ ജോലി ചെയ്യാനോ ഒന്നും പറ്റാതെ പോയി. അപ്പോൾ ഞങ്ങൾ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. പിതാവിനെ നോക്കണം, ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കണം, ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം എന്തെന്നും ബുദ്ധിമുട്ട് എന്തെന്നും ആ സമയങ്ങളിൽ അറിയുവാനിടയായി. കാരണം ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടൊക്കെ ഭാരപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഒരു നേരം ആഹാരം ഇല്ലാതെ ബുദ്ധിമുട്ടിയിട്ടില്ല. എങ്ങനെ ഉണ്ടാകുമെന്ന് മാതാവ് ചിന്തിച്ച സമയങ്ങളിൽ ഞങ്ങൾ സ്ഥിരമായി ഒരു ടൗണിൽ സാധനം വാങ്ങുന്ന ഒരു കടയുണ്ട്. പപ്പായ്ക്ക് എണീറ്റ് യാത്ര ചെയ്യാനൊക്കെ തുടങ്ങിയ സമയത്ത് പപ്പ ആ കടയിൽ പോയിട്ട്, ഒരു ഹോൾസെയിൽ കടയാണ്, അവരാ കട വൃത്തിയാക്കുമ്പോൾ അടിച്ചു വാരുന്നായ ആ അരി, അപ്പൊ അതിനകത്ത് എല്ലാ സാധനങ്ങളും കാണും. അരി കാണും, മുളക് കാണും, കടല കാണും, എല്ലാ സാധനങ്ങളും കാണും. അത് സാധാരണ ആൾക്കാരൊക്കെ അത് കോഴിക്ക് കൊടുക്കാനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് പോകും. പപ്പ അത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവരും. ഞങ്ങളെ 3 പേരെ നിലത്തിരുത്തിയിട്ട് അതിനകത്തുനിന്ന് മുളക് വേറെ തിരിച്ചെടുക്കും, അരി മാറ്റിയെടുക്കും. അങ്ങനെ ആ അരി കഞ്ഞി വെച്ച് കുടിച്ച ഒരനുഭവം എൻ്റെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ചെറിയ പ്രായത്തിൽ അത് എൻ്റെ ഹൃദയത്തിൽ വളരെ നൊമ്പരമായി തീർന്നിട്ടുണ്ട്. കാരണം എൻ്റെ പിതാവ് ഞങ്ങളെ ബുദ്ധിമുട്ട് അറിയിക്കാതെ വളർത്തിയതാണ്. അതുകൊണ്ട് അതെൻ്റെ ഹൃദയത്തിൽ ഭാരമായപ്പോൾ എൻ്റെ പിതാവിന് വയ്യല്ലോ, ഇനിയും +2 വിദ്യാഭ്യാസത്തിന് ശേഷം എനിക്കൊരു ജോലി എടുത്ത് എൻ്റെ ഭവനത്തെ എനിക്ക് സഹായിക്കണം എന്നുള്ളൊരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ ചെറിയ പ്രായത്തിലുണ്ടായി. അതിനുശേഷം പിതാവിന് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും പപ്പയ്ക്ക് ബസ്സിൽ യാത്ര ചെയ്യാനും ജോലി ചെയ്യാൻ പറ്റാത്തത് കാരണം ചെറിയൊരു കടയിട്ടു. അങ്ങനെ ഒരു ചെറിയ ചായക്കടയും സ്റ്റേഷനറി കടയൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ ഞങ്ങളെ പഠിപ്പിക്കുവാനും എൻ്റെ ആഗ്രഹം പോലെ തന്നെ +2 കഴിഞ്ഞതിന് ശേഷം എൻ്റെ പിതാവ് എന്നെ നഴ്സിങ്ങിന് വിടുവാനിടയായി. നഴ്സിംഗ് അപ്പം കർത്താവിനോട് ഞാൻ ചെറിയ പ്രായത്തിൽ എൻ്റെ പിതാവും മാതാവും ഉടമ്പടി ചെയ്തിരുന്ന കർത്താവിന്റെ വേലയ്ക്കായിരുന്നു. പക്ഷെങ്കില് വളർന്നു വന്നപ്പോൾ എൻ്റെ ആഗ്രഹപ്രകാരം അവർ മുന്നേറാനിടയായി. +2 കഴിഞ്ഞ് ജോലിക്ക് വേണ്ടിയുള്ള കോഴ്സ് ഒരു പ്രൈവറ്റ് നഴ്സിംഗ് പഠിച്ചു. അവിടുന്ന് ശേഷം ട്രെയിനി ആയിട്ട് ഞാൻ കർണാടകയിൽ ദാവൺഗര എന്ന സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിൽ 1 വർഷത്തേക്ക് ബോണ്ട് ചെയ്യാനായിട്ട് കടന്നുപോയി. അവിടെ ചെന്ന് ഒരു 6 മാസം കഴിഞ്ഞ സമയത്തേക്കും എനിക്ക് ചിക്കൻ പോക്സ് പിടിപെടുവാനിടയായി. അപ്പോഴും എൻ്റെ ഹൃദയം വളരെ ഭാരപ്പെട്ടു, ഒത്തിരി വേദനിച്ച്. അവര് ഈ ചിക്കൻ പോക്സ് വരുമ്പോ അവര് പറയുന്നത് ദേവി സാധിക്കുന്നു എന്നുള്ളതാണ് അവരുടെ നാടിന്റെ സങ്കല്പം. അപ്പൊ അവരെന്നെ ഒരു ഒറ്റ മുറിയിലേക്ക്, ഒന്നാമത് വീട്ടിൽ നിന്ന് ആദ്യമായി മാറി നിന്നതിന്റെ വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ അവര് എന്നെ ഒരു ഒറ്റ മുറിയിലേക്ക് മാറ്റി എനിക്ക് വേണ്ടുന്നൊക്കെ ആ മുറിയിൽ മാത്രം കൊണ്ടു തന്ന്. എനിക്കത് വളരെ ബുദ്ധിമുട്ടായി പോയി, വളരെ ഭാരമായി. ഞാൻ വീട്ടിൽ അറിയിച്ചു, എനിക്ക് വീട്ടിൽ മടങ്ങി പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു വീണ്ടും വീട്ടിലേക്ക് വരുന്നു. അപ്പൊ ഞാൻ തിരിച്ച് മടങ്ങി വരികയല്ലാന്ന് എൻ്റെ ഹൃദയത്തിൽ ഞാൻ ചിന്തിച്ച് കരുതിയാണ് വരുന്നത്. പക്ഷെ അവിടെ 1 വർഷത്തെ ബോണ്ട് എഴുതി വെച്ചേക്കുന്നതുകൊണ്ട് ഞാൻ തിങ്സ് ഒന്നും, എൻ്റെ സാധനങ്ങളൊന്നും എടുക്കാതെ, അവർക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി ഒരു സാധനം എടുക്കാതെ ഞാൻ അവിടുന്ന്, എൻ്റെ പിതാവ് വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ നഴ്സിങ്ങിന് പോകുന്നില്ല, എനിക്കത് മതിയായി, മടുത്തു എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അവരെന്നെ എത്ര നിർബന്ധിച്ചിട്ടും എനിക്ക് പിന്നെ വീണ്ടും ആ നഴ്സിംഗ് ഫീൽഡിലേക്ക് പോകാനായി താല്പര്യം ഉണ്ടായില്ല. അപ്പം വയസ്സ് ഇത്രയല്ലേ ആയുള്ളൂ, ഇവിടെ എങ്ങനെയാ വീട്ടിൽ നിർത്തുന്നതെന്ന് പറഞ്ഞ് അപ്പൊ എന്നോട് പറഞ്ഞു തുടർന്ന് ഡിഗ്രിക്ക് ചേരാൻ പറഞ്ഞു. അപ്പൊ കുറച്ച് വിവാഹാലോചനകളൊന്നും വന്നിരുന്നു. അതൊന്നും എനിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല, അതിന് ഞാൻ സമ്മതിച്ചിരുന്നില്ല. അങ്ങനെ അന്നാ ഇനി വിവാഹത്തെ കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞ് വീണ്ടും എന്നെ ഡിഗ്രിക്ക് കൊണ്ട് ചേർക്കുവാൻ ഇടയായി. അന്ന് BA കോഴ്സിന് കൊണ്ട് ചേർത്ത് ഞാൻ ഡിഗ്രി എക്കണോമിക്സ് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് 2ാം വർഷം. അതിന്റെ കൂടെ തന്നെ ഞാൻ PGDCA കമ്പ്യൂട്ടർ കോഴ്സും. നല്ല കോസ്റ്റ്ലിയാണ്. എന്നേക്ക് ഒരു 10-25 വർഷം മുമ്പ് നല്ല എമൗണ്ട് എൻ്റെ പിതാവ് എന്നെ അവരാൽ ആവോളം വിദ്യാഭ്യാസം തരാൻ വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എനിക്ക് വിദ്യാഭ്യാസം തന്നു. ഞാൻ ഡിഗ്രിയോട് അനുബന്ധിച്ച് PGDCA കോഴ്സ് കമ്പ്യൂട്ടർ കോഴ്സ് വന്ന് പഠിച്ചു. 2ാം വർഷമായപ്പോൾ ഒരു വിവാഹാലോചന ഞങ്ങളുടെ ദേവദാസനിലൂടെ കൊണ്ടുവന്നു. അപ്പം എൻ്റെ വീട്ടുകാർക്ക് താല്പര്യം ഉണ്ടായില്ല. കാരണം പഠനം പൂർത്തീകരിച്ചിട്ട് ഇനി മതി എന്നുള്ളതിൽ
എൻ്റെ പപ്പയ്ക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നു. പപ്പ അത് ചെവിക്കൊണ്ടതേ ഇല്ല. പാസ്റ്റർ പറഞ്ഞിട്ട് പാസ്റ്ററെ പോലും അത് മൈൻഡ് ചെയ്തില്ല. പക്ഷെ അമ്മയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവര് വരുന്ന ദിവസം ഞാൻ ക്ലാസ്സിൽ പോണോ വേണ്ടയോ എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പപ്പ എന്നോട് ഒരു മറുപടിയും പറയുന്നില്ല. ഞാൻ എന്നിട്ട് ക്ലാസ്സിൽ പോകാതെ തന്നെ വീട്ടിലിരുന്ന് ലീവ് എടുത്ത് വീട്ടിലിരുന്നു. എന്തായാലും ദേവദാസൻ വിവാഹാലോചനയുമായി കടന്നു വന്നു. കാര്യങ്ങളൊക്കെ പിതാവ് ഇഷ്ടമില്ലായെങ്കിലും വന്ന് നിന്നു, കണ്ടു, സംബന്ധിച്ചു. പിന്നീടുള്ള കാര്യങ്ങളെല്ലാം അടുത്തും ക്രമമായിട്ട് അങ്ങ് നന്നായി നടന്ന കാര്യങ്ങൾ വിവാഹമൊക്കെ നടന്നു. അപ്പൊ തുടർന്ന് പഠിപ്പിക്കണം എന്നുള്ളതായിരുന്നു അവരോട് പറഞ്ഞിരുന്നത്. പക്ഷെങ്കിൽ അവര് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ജീവിക്കാൻ ചുറ്റുപാടുള്ള ഒരു ഭവനത്തിലേക്കാണ് എന്നെ വിവാഹം ചെയ്ത് അയച്ചത്. ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല, ജീവിക്കാൻ ചുറ്റുപാടുണ്ട് എന്ന് അവര് പറഞ്ഞു. പിന്നെ അവരെന്നെ തുടർന്ന് പഠിക്കുവാനും തുടർന്ന് ജോലിക്ക് വിടുകയോ ഒന്നും ചെയ്തില്ല. അങ്ങനെ ജീവിതത്തില് ഒരു കുടുംബ ഭാരം ഏറ്റെടുക്കുവാനും ഞാൻ ഈ ഭാരങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ എന്നെ വിവാഹം ചെയ്തതായ ആ പ്രിയ ദാസനെയും കർത്താവ് ചെറുപ്രായത്തിൽ അതുപോലെ രോഗത്തിന്റെ അവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നേർന്ന് ഇരു കുടുംബങ്ങളും ഇരു പശ്ചാത്തലത്തിൽ നിന്നുള്ളവരെ ഒരേ കർത്താവിന്റെ ഒരേ പ്രോസസ്സിലൂടെയാണ് ഞങ്ങൾ രണ്ടുപേരും കടന്നു വന്നതെന്ന് ഞങ്ങൾക്ക് സംസാരിച്ചപ്പോൾ മനസ്സിലാകുവാനിടയായി. പക്ഷെങ്കില് അവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു, ഇവൻ കർത്താവിന്റെ വേലയ്ക്കുള്ളതാണ് എന്ന് പറഞ്ഞു. പക്ഷെങ്കില് ആ പ്രിയപ്പെട്ടവനും പറഞ്ഞത്, ദൈവദാസന്മാരോട്, എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞ ദൈവം എന്നോട് പറയട്ടെ എന്നുള്ള ഒരു വാശിയിൽ ഇരുന്നത് കാരണം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകാനായി താമസിച്ചു ഞങ്ങൾ രണ്ടുപേരും. പിന്നീടാണ് എനിക്കിതെല്ലാം മനസ്സിലാകുന്നത്. എനിക്ക് അന്നേരം ഒന്നും ഞാൻ പല കോഴ്സുകൾ പഠിച്ചു, ഒന്നും കംപ്ലീറ്റ് ചെയ്യാനോ ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റാതിരുന്നതിന്റെ അപ്പോഴെനിക്കൊരു 20 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അത്രയും കാര്യങ്ങളുടെ ഗൗരവം എനിക്ക് മനസ്സിലാകുവാനായി കഴിഞ്ഞത്. അപ്പൊ പിന്നെ ഞാൻ എന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് ഫാമിലി ആയിട്ട് ഞങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങളുടെ സഭയിലുള്ള കുറെ പ്രാർത്ഥിക്കുന്ന കുറച്ച് അമ്മച്ചിമാരുണ്ടായിരുന്നു. ഞാൻ രോഗിയായി കിടക്കുന്ന സമയത്ത് അവരുടെ ജോലിയൊക്കെ തീർത്ത് 10 മണിയാകുമ്പോൾ എന്റെ കട്ടിലിന്റെ അരികെ പായിട്ട് വന്നിട്ട് സഭയിലുള്ള കുറെ അമ്മച്ചിമാരും എൻ്റെ അമ്മയും എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തെയും ഇവരെല്ലാം ഇരുന്ന് കരം കോർത്തിരുന്ന് എന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ആ അമ്മച്ചിമാരെ എൻ്റെ പ്രിയപ്പെട്ടവനോട് പറഞ്ഞു കൊടുത്തു, മോനെ, ഇവളെ മരണത്തിൽ നിന്ന് കർത്താവ് വിടുവിച്ചു കൊണ്ടുവന്നതാണ്. ഇവളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഉള്ള കുഞ്ഞാ, നിങ്ങൾ കർത്താവിന്റെ വേല ചെയ്യാനായി പോണമെന്ന് പറയുവാനിടയായി. അപ്പൊ ആ അമ്മച്ചിമാരോടും എൻ്റെ പ്രിയപ്പെട്ടവൻ പറയും, നിങ്ങളോടൊക്കെ പറയുന്ന ദൈവം എന്നോടും പറയട്ടെ എന്നുള്ളൊരു കൺസെപ്റ്റിലൂടെ അദ്ദേഹവും കടന്നു പോകാനിടയായി. കുടുംബജീവിതത്തിൽ 2 കുഞ്ഞുങ്ങളെ തന്നു. അവിടെയും ഒത്തിരി അവരുടെ ജനനത്തിലും ഒത്തിരി ബുദ്ധിമുട്ടുകൾ അവരിലും കടന്നുപോയി. മൂത്ത മോൾ 7ാം മാസത്തിലാണ് ഡെലിവറി ആയത്. അതിൻ്റെതായ കോംപ്ലിക്കേഷൻ അവളെ 1 മാസത്തോളം ICUവിൽ അവളെ കഴിയേണ്ടി വന്നു. അതിനുശേഷം രണ്ടാമത് മോനുണ്ടായി. അവനും അതുപോലെ തന്നെ 3 വയസ്സുള്ളപ്പോൾ അവന്റെയും കിഡ്നി സംബന്ധമായ വിഷയത്താല് 3 വയസ്സായപ്പോൾ കുഞ്ഞി ലോകത്തുനിന്ന് വിട പറയുമെന്ന് ചിന്തിച്ചതായൊരു നിമിഷങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവന്റെ ഫോട്ടോ വരെ ഞാൻ എടുത്ത് ഫ്രെയിം ചെയ്ത് വെച്ചത് ഇന്നും എൻ്റെ ഭവനത്തിൽ വീട്ടിലിരിപ്പുണ്ട്. ഇനിയൊരു കുഞ്ഞ് അങ്ങനെ കാണാൻ കഴിയില്ലല്ലോ എന്ന് വരെ ഓർത്ത്. പക്ഷേ എന്നെ വിവാഹം ചെയ്ത് അയച്ച സഭ കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരം IPC ചർച്ചയിലെ ദേവദാസനും ദൈവമക്കളും ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ദേവദാസന്റെയും സഭയുടെയും ഒക്കെ ശക്തമായ പ്രാർത്ഥനയുടെ ഫലമായിട്ട് കുഞ്ഞ് അവൻ 6 മാസത്തെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. എനിക്ക് എൻ്റെ ചെറുപ്രായത്തിൽ ഉണ്ടായിരുന്ന അതേ അസുഖം തന്നെയാണ് അവനെയും പിടിപെടുവാനിടയായത്, നെഫ്രൈറ്റിസ് എന്ന രോഗം. വളരെ ശരീരമൊക്കെ നീര് വെച്ച് പലപ്പോഴും എൻ്റെ കയ്യിലിരുന്ന് തന്നെ കുഞ്ഞ് മരിച്ചു പോകുമോ ഞാൻ ചിന്തിച്ച സമയങ്ങൾ. അന്ന് വാഹന സൗകര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് ബസ്സില് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവനും ഞാനും ഒരുപോലെ ബസ്സിലിരുന്ന് വാവിട്ട് കരഞ്ഞ സമയങ്ങളുണ്ട് ഹോസ്പിറ്റലിൽ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ദൈവം അവനെ അവിടുന്ന് രക്ഷിച്ചത്. പക്ഷെ 6 മാസം കഴിഞ്ഞ് ദൈവം അവന് സൗഖ്യം കൊടുത്തു. പിന്നെ അവൻ അതിനുള്ള ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് അവന് 18 വയസ്സായി. അവൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. ദൈവം അവന്റെ ആയുസ്സിനെ അവന് ദീർഘമാക്കി കൊടുത്തു. എന്നിട്ടും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാനായിട്ടൊരു സമർപ്പണം ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. വീണ്ടും ഞാന് ഒരു മോൻ ഇവർ രണ്ടുപേരെയും ക്ലാസ്സിൽ നഴ്സറി സ്കൂളിൽ വിട്ടതിന് ശേഷം ഭവനത്തിൽ വെറുതെ ഇരിക്കുകയാണല്ലോ എന്നോർത്തോണ്ട് ചെറിയ കൈത്തൊഴിലൊക്കെ തയ്യലൊക്കെ പഠിച്ച് വീട്ടിലിരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരവേ വീണ്ടും ഞാന് കുഞ്ഞുങ്ങൾ ഒരു 4 വയസ്സ് 5 വയസ്സായപ്പോഴത്തേനും ഞാൻ വീണ്ടും രോഗിയായി തീരുവാനിടയായി. എനിക്ക് നട്ടെല്ല് സംബന്ധമായ അസുഖം വന്നിട്ട് ഞാൻ കിടക്കയിൽ 2 മാസത്തോളം പരസഹായം കൂടാതെ എഴുന്നേൽക്കാൻ കഴിയാതെ ഞാൻ കട്ടിലേ കിടന്നു. ഇന്നേക്കൊരു 12 വർഷങ്ങൾക്ക് മുന്നമേ ഞാൻ കട്ടിലിൽ കിടക്കേണ്ട ഒരവസ്ഥ വന്ന് വെയിറ്റ് ഇട്ട് ബെൽറ്റ് ഇട്ട്
സ്വന്തമായിട്ട് എൻ്റെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയാതെ, പിഞ്ചു കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ എനിക്ക് വേണ്ടുന്ന പോലെ ചെയ്യുവാൻ കഴിയാതെ ഞാൻ 2 മാസത്തോളം കിടക്കയിൽ കിടക്കേണ്ടി വന്നു. അപ്പോൾ എൻ്റെ പ്രിയദാസന് അത്യാവശ്യം ജോലി കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെയും കടന്നു പോകും. എൻ്റെ കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് പ്രിയപ്പെട്ടവൻ പുറത്ത് എന്തെങ്കിലും ആവശ്യങ്ങൾക്കായി കടന്നു പോകുന്നത്. പിന്നെ തിരിച്ചു വരുന്നത് വരെയും ഞാൻ ആ ഒറ്റ കിടപ്പാണ്. എനിക്കൊന്നും സ്വന്തമായി എഴുന്നേൽക്കാൻ കഴിയത്തില്ല. എൻ്റെ നട്ടെല്ലില് ഡിസ്കില് ഞരമ്പ് ചുരുളുന്ന ഒരു രോഗമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എനിക്ക് സ്വന്തമായി ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ നിവർന്ന് നിൽക്കുവാൻ മാത്രമേ പറ്റത്തുള്ളൂ. എനിക്ക് തലമുടി മുൻപോട്ടിട്ട് തല കുളിക്കുവാനോ അല്ലെങ്കിൽ എനിക്ക് മുഖം കഴുകുവാനോ ഒന്നും പറ്റത്തില്ല. തല ഒട്ടും പെടലി കുനിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. അതുപോലെ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഞങ്ങളുടെ സഭയിലെ ദേവദാസനും സഭാംഗങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഞങ്ങളെ കരുതി സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുള്ള ദേവദാസനും ദൈവസഭയുമായിരുന്നു കൂട്ടുറുവ LIPC സഭ. അപ്പോൾ ഒരുപാട് ചികിത്സിച്ചു, ഒരുപാട് ഡോക്ടർമാരെ കണ്ടു, ചികിത്സിച്ചു, വെയിറ്റ് ഇട്ടു, ബെൽറ്റ് ഇട്ടു, ഫിസിയോതെറാപ്പി ചെയ്തു, ഒന്നും കുറയുന്നില്ല. പിന്നെ ഒരു ഓപ്പറേഷൻ സജസ്റ്റ് ചെയ്തു. ഓപ്പറേഷൻ ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ദേവദാസൻ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡിന്റെ നാട്ടിൽ വിളിക്കുന്നത് ജോജി എന്നാണ്. അപ്പം ജോജി ബ്രദറെ, ഷീജ സിസ്റ്ററുടെ അസുഖം ഒരു രോഗമായിരുന്നുവെങ്കിൽ ഇത്രയും ചികിത്സിച്ചപ്പോൾ ദൈവം സൗഖ്യം കൊടുക്കുമായിരുന്നു. പക്ഷെ ഇതൊരു രോഗമല്ല, ഇത് കർത്താവിനാൽ മാത്രമേ ഇതിന് സൗഖ്യമാകുവാനായി കഴിയത്തുള്ളൂ. ആ ദേവദാസന് വന്ന് പറയും, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങളുള്ളവരാണ്, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമെന്ന് പറയുമ്പോൾ അത് നിസ്സാരമായി കണ്ടിട്ടേ ഉള്ളൂ. അപ്പൊ ഒരു ഉപവാസ പ്രാർത്ഥന വീട്ടിൽ ക്രമീകരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു സഭയായിട്ട് ഉപവാസ പ്രാർത്ഥന ഞങ്ങളുടെ കൊച്ചു ഭവനത്തിൽ ക്രമീകരിക്കുവാൻ ഇടയായി. അപ്പൊ ഞാൻ എൻ്റെ റൂമിൽ എൻ്റെ കട്ടിലേല് വെയിറ്റ് ഇട്ട് തന്നെ കിടക്കുന്നു. അവരെല്ലാവരും ഹാളിൽ ഇരുന്ന് പ്രാർത്ഥന നടത്തുന്നു. ദേവദാസൻ വളരെ ശക്തമായിട്ട് വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കിടക്കുന്നിടത്തുനിന്ന് കാണാൻ എൻ്റെ പ്രിയപ്പെട്ടവൻ ഇരിക്കുന്ന ഞാൻ കൈ കാട്ടി വിളിച്ചു. വന്നിട്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു പ്രകാശം ഞാൻ ഇരിക്കുന്ന മുറിയിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു ഈ വെയിറ്റ് അഴിച്ച് ബെൽറ്റ് അഴിച്ച് എനിക്ക് കട്ടിലിൽ നിന്ന് എഴുന്നേക്കണമെന്ന് പറയുവാനിടയായി. പ്രാർത്ഥന അവിടെ ഹാളിൽ നടക്കുന്നു. പ്രിയപ്പെട്ടവൻ വന്ന് എൻ്റെ ബെൽറ്റ് അഴിച്ചു എന്നെ പിടിച്ച് എണീറ്റിരുന്ന് കഴിഞ്ഞപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനങ്ങി നോക്കുമ്പോൾ വേദന അവിടെ ഉള്ളതായിട്ട് കാണുന്നില്ല. ഒരു വേദനയുടെ ഒരു പ്രയാസവും കാണുന്നതായിട്ട് കാണുന്നില്ല. ഇത് സത്യം തന്നെയാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റാതെ ഞാൻ തന്നെ എഴുന്നേറ്റ് നിന്നു. തന്നെ എനിക്ക് കട്ടിലെന്ന് എണീക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്നെ 2 കൈയുടെ ഇടയിൽ കൂടി ഇട്ട് എണീപ്പിച്ച് നിർത്തിയാലേ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ അന്ന് ഞാൻ എഴുന്നേറ്റ് നിന്നു. കർത്താവ് എനിക്ക് അത്ഭുതകരമായ ഒരു സൗഖ്യം തന്നു. ഞാൻ ആ പ്രാർത്ഥന അവിടെ നടക്കുമ്പോൾ അവരുടെ കൂടെ കസേരയിൽ പോയിട്ട് ആ മീറ്റിംഗ് തീരുന്നവരെ, ഉപവാസ പ്രാർത്ഥന തീരുന്നവരെ അവിടെ ഇരുന്നു. ദേവദാസനും ദൈവസഭയും എൻ്റെ തലയിൽ കൈ വെച്ച് വളരെ ശക്തമായി അവർക്ക് കുറെ സമയം പ്രാർത്ഥിക്കുവാൻ ഇടയായി. എന്തെന്നില്ലാത്തൊരു സൗഖ്യം ഞാൻ അനുഭവിക്കുവാൻ ഇടയായി തീർന്നു. അന്ന് എനിക്ക് ദൈവം പൂർണ്ണമായ സൗഖ്യം തന്നു. പിന്നെ ഇന്ന് വരെയും അതുപോലൊരു പ്രയാസം ഞാൻ ഉണ്ടായിട്ടില്ല. ചെറിയ ചെറിയ നടുവേദനകളൊക്കെ വരുമ്പോൾ ഡോക്ടർ പറയും അവനവന്റെ ശരീരത്തെ നോക്കി ജോലി കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയും. അതുകൊണ്ട് ഞാൻ വലിയ കഠിനപ്പെട്ടതായ ജോലികളൊന്നും ചെയ്യാതെ, ഇനി അത് പണ്ടത്തതുപോലെ വരുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാതെ ഞാൻ എൻ്റെ ശരീരത്തെ കീപ്പ് ചെയ്ത് മുമ്പോട്ട് പോയി. പിന്നെ ഇതുവരെയും ദൈവം എനിക്ക് അങ്ങനെ ഒരു പ്രയാസം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ന് ദൈവം ആരോഗ്യത്തോടെ ബലത്തോടെ എന്നെ നടത്തുന്നു. എനിക്ക് ആ സൗഖ്യം കിട്ടി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ പ്രിയപ്പെട്ടവനെ കർത്താവ് വീണ്ടും പിടിക്കുവാനിടയായി. പലവിധമാകുന്ന പ്രയാസങ്ങളിലൂടെ കടന്നു പോകുവാനിടയായി. ഏറ്റവും അവസാന നിമിഷത്തിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങുവാനിടയായ സാഹചര്യം പ്രിയദാസൻ ചില നാളുകൾക്ക് മുമ്പ് ടെസ്റ്റിമണിയായി പറഞ്ഞുവെങ്കിലും എൻ്റെ ജീവിതത്തിൽ വിശ്വാസം പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് എന്താണ് ശരിക്കും പെന്തക്കോസ്തിന്റെ അനുഭവം എന്ന ചില അനുഭവങ്ങളിലൂടെ കടന്നു പോയത് കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുവാനിടയായത്. അവസാനമായി 2011 എൻ്റെ പ്രിയപ്പെട്ടവൻ എൻ്റെ ഭവനത്തിൽ നിന്ന് പെങ്ങളുടെ ഭവനത്തിലേക്ക് ബൈക്ക് ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു ബസ്സിന് സൈഡ് കൊടുക്കുന്ന സമയത്ത് വേറൊരു ബൈക്കുമായി കൂട്ടിയിടിച്ച് വലിയൊരു ആക്സിഡന്റിൽ നേരിടുവാനിടയായി. അങ്ങനെ ഞാൻ കുഞ്ഞു ഭവനത്തിലുണ്ട്. അപ്പം തൊട്ടടുത്ത വീട്ടിലെ ചേച്ചി എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് എൻ്റെ വീട്ടിലെ മുറ്റത്ത് തുണിയൊക്കെ ഞാൻ അലക്കിയിട്ടുണ്ടായിരുന്നു. ചേച്ചി ഈ തുണിയെല്ലാം എടുത്ത് വൃത്തിയൊക്കെ വെക്കുന്നു. ഞാൻ ചോദിച്ചു ഇതെന്തിനാ ചേച്ചി തുണിയൊക്കെ എടുക്കുന്നത്, അവർ കിടന്നിട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു കൊച്ചി അത് ഉണങ്ങിയതാടി, അത് എടുത്ത് വെച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ജോജി അങ്ങോട്ട് പോയ വഴിക്കൊന്ന് ബൈക്കൊന്ന് തട്ടിയിട്ടുണ്ട്, ഒന്നും പറ്റിയിട്ടൊന്നുമില്ല, അവന്റെ കാലിന് ചെറിയൊരു മുറിവുള്ളൂ, ഇപ്പം വരും ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു. അപ്പൊ അതിന് കുറച്ച് മുമ്പ് ഒരാൾ വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് ഞങ്ങളുടെ പപ്പച്ചന്റെ അമ്മച്ചിയുടെ ഫോൺ നമ്പർ വാങ്ങിച്ചു. അപ്പൊ ഞാനതൊരു ബ്രോക്കറാ വന്ന് വാങ്ങിച്ചത്.
അപ്പൊ അദ്ദേഹം, ഞാൻ ഓർത്ത് ഞങ്ങളുടെ കുറച്ച് വസ്തു വിൽക്കുവാൻ ഇട്ടിട്ടുണ്ട്, ആ വസ്തുവിന്റെ ഇടപാടിനായിരിക്കും ആ ബ്രോക്കർ വന്ന് എന്നോട് ഫോൺ നമ്പർ വാങ്ങിയതെന്ന് ഞാൻ ചിന്തിച്ചു. അതിനുശേഷമാണ് ഈ അടുത്തുള്ള വീട്ടിലെ ചേച്ചി എന്റെ ഭവനത്തിൽ വരുന്നത്. അപ്പൊ ഈ ചേച്ചി വന്ന് തുണിയൊക്കെ എടുക്കുമ്പോൾ ഞാനിങ്ങനെ മുറ്റത്ത് നിന്ന് റോഡിലേക്ക് നോക്കുമ്പോൾ ആ ബ്രോക്കർ കുറച്ചു നേരമായി നമ്പർ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ആ റോഡിൽ തന്നെ നിൽക്കുന്നു. വേറെ കുറച്ച് പേരും ആ റോഡിൽ ഇങ്ങനെ വട്ടം കൂടി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവരവിടെ നിന്ന് വീക്ഷിക്കുന്നത് എനിക്ക് വല്ലതും മനസ്സിലായോ എന്നറിയാൻ അവരവിടെ നിന്ന് വീക്ഷിക്കുമായിരുന്നു. ഈ ചേച്ചി ഇതിങ്ങനെ ചെറുതായിട്ടൊരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ബ്രോക്കർ വന്ന് ഫോൺ നമ്പർ വാങ്ങിച്ചത് വസ്തു വിൽപ്പനയ്ക്കല്ല, വീട്ടിൽ വിവരം അറിയിക്കാനാണല്ലോ. അപ്പൊ എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടല്ലോ. ഞങ്ങള് തറവാട്ടിൽ നിന്ന് വേറെ മാറിയായിരുന്നു താമസിച്ചിരുന്നത്. അങ്ങനെ എനിക്ക് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് ഞാൻ അലമുറയിട്ട് കാറി ബഹളം ഉണ്ടാക്കി കുഞ്ഞുങ്ങളെ ഞാനും കൂടെ ഒരു ഓട്ടോയിൽ കയറി പോയി. കുറച്ച് വഴി എത്തിയപ്പോൾ ഞങ്ങളുടെ ഒരു വിശ്വാസി അച്ചായൻ എന്നെ കാറിന് അന്ന് അവിടെയുള്ള കണ്ണൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ഞാൻ ആ കണ്ണൂർ മെഡിക്കൽ കോളേജിന്റെ പരിയാരം മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയുടെ ഫ്രണ്ടിലേക്ക് ഞാൻ കുഞ്ഞുങ്ങളുമായി അലമുറയിട്ട് കാറി ചെല്ലുമ്പോൾ അത്രയും വലിയ മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയുടെ ചുറ്റും ഞങ്ങളുടെ സഭയിലെ ആ ദൈവദാസനും ഞങ്ങളുടെ സഹോദരന്മാരും കൈയോട് കൈ കോർക്കുന്ന കാഷ്വാലിറ്റിയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ അന്ന് കയറി ചെല്ലുമ്പോൾ കാണുന്നത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഓൾറെഡി അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഇത് സീരിയസ് ആണല്ലോ എന്നോർത്ത് ഞാൻ വളരെ അലമുറയിട്ട് കരഞ്ഞു. അവരെന്നെ ആശ്വസിപ്പിച്ചു. ഞാൻ എന്നെ അവിടെ ഇരുത്തി. അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ പിതാവും ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരെല്ലാം അവിടെ എത്തി. എനിക്കൊരു നോക്ക് കാണാനായിട്ട് കഴിഞ്ഞില്ല. ഞാൻ ആ കാഷ്വാലിറ്റിയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവര് കാഷ്വാലിറ്റിയിൽ ഇങ്ങനെ ഇറക്കി അവര് ഐസിയുലേക്ക് വെന്റിലേറ്ററിലേക്ക് കൊണ്ടുപോകാൻ ലിഫ്റ്റിൽ കയറ്റാനായിട്ട് പ്രത്യേക സജ്ജീകരണമുള്ളതായ ആ ട്രോളിയിൽ കൊണ്ടുവരുന്ന സമയത്ത് എന്റെ കഴുത്തിൽ ഒരു ഷാള് കിടന്നു. എന്റെ പപ്പ എന്നെ പുറകിലേക്ക് ആ ഷാള് കൂട്ടി അങ്ങ് വലിക്കുവാനിടയായി. എനിക്കത് ആ രംഗം ആ മുഖം കാണാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ട്രോളി അങ്ങ് പോകുന്നത് മാത്രമേ എനിക്ക് കാണാനായി കഴിഞ്ഞുള്ളൂ. പെട്ടെന്ന് അത് ലിഫ്റ്റിൽ കയറി മുകളിൽ ഐസി വെന്റിലേറ്ററിലേക്ക് കയറുവാനിടയായി. പിന്നെ എന്നെ ഇവര് വേഗം വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഞാൻ സമനില തെറ്റിയോളെ പോലെ ഞാൻ എൻ്റെ വീട്ടില്, എൻ്റെ അമ്മ എനിക്ക് കൂട്ടുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾക്കും കൂട്ടുണ്ട്, ബാക്കിയുള്ളവരൊക്കെ ഹോസ്പിറ്റലിൽ മാറി മാറി നിൽക്കുന്നു. ഹോസ്പിറ്റലിലെ ഓരോ ദിവസത്തെയും വിവരങ്ങളൊന്നും എനിക്ക് അറിയാൻ ഒരു വഴിയില്ല. എന്നെ അറിയിക്കുമ്പം കുഴപ്പമൊന്നുമില്ല, കുറവുണ്ടെന്ന് മാത്രമേ അവർ അറിയിക്കുന്നുള്ളൂ. പക്ഷെ അതൊരു സംഭവം നടക്കുന്നത് ഒരു വെള്ളിയാഴ്ചയോ ശനിയാഴ്ച ആയിരുന്നു എനിക്ക് തോന്നുന്നു. ആ ഒരാഴ്ച ഞങ്ങളുടെ ചർച്ചിൽ 7 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ നേരത്തെ അനൗൺസ് ചെയ്തിരുന്നായിരുന്നു. അപ്പം ദേവദാസനും സഭയും അവിടെ ശക്തമായി അവിടെ പ്രാർത്ഥിക്കുന്നു. അപ്പൊ എന്നെ സഹോദരന്മാരും വന്ന് വണ്ടിയെ കയറ്റി എന്നെയും കുഞ്ഞുങ്ങളെയും അമ്മയും കൂടെ ചർച്ചിൽ കൊണ്ടുപോകും. ചർച്ചിൽ പോയി ഒരു ഭ്രാന്തിയെ പോലെ ഞാൻ അവിടെ ഇരിക്കും. ആ പ്രാർത്ഥന കഴിയുമ്പോൾ അവര് വൈകുന്നേരം വീട്ടിൽ അവരുടെ വണ്ടിക്ക് കൊണ്ടുവിടും. അങ്ങനെ 7 ദിവസവും സഭയുടെ വിഷയങ്ങൾക്ക് വേണ്ടി വെച്ചിരുന്ന പ്രാർത്ഥന ഞങ്ങളുടെ വിഷയത്തിന് വേണ്ടി മാത്രമായി 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന സഭയിൽ നടക്കുവാനിടയായി. അങ്ങനെ 5-ാമത്തെ ദിവസം പ്രിയപ്പെട്ടവന്റെ ഹെഡ് ഇഞ്ചുറി ആയിരുന്നു സംഭവിച്ചിരുന്നത്. വളരെ കോമ സ്റ്റേജിലേക്കായിരുന്നു ഉണ്ടായിരുന്നത്. തല ഫുള്ളായിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. 5 ദിവസത്തിന് ശേഷമാണ് അവര് ചെയ്യുവാനിടയായത്. എന്തെങ്കിലും പ്രതീക്ഷയുണ്ടെങ്കിൽ ചെയ്താൽ മതിയല്ലോ എന്ന് പറഞ്ഞ്. പക്ഷെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ വളരെ നിർബന്ധിച്ചു. പ്രതീക്ഷയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെയ്യണം എന്നുള്ള അവരുടെ നിർബന്ധ പ്രകാരം അങ്ങനെ കുറച്ച് പണം കെട്ടിവെച്ചിട്ട് അവര് ചെയ്യുവാനിടയായി. ഓപ്പറേഷൻ ചെയ്തിട്ട് പിന്നെയും ഒരു 4-5 ദിവസത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ഒരു സുബോധം വരുവാനിടയായി. സുബോധം വന്ന് ബോധം തെളിയുവാനിടയായി. ബോധം തെളിഞ്ഞതിന് ശേഷം നല്ലൊരു സുബോധമായിരുന്നില്ല വന്നിരുന്നത്. മെന്റലി ഒരു ഡിപ്രസ്ഡ് ആയ ഒരു ഇതിലേക്കായിരുന്നു വന്നത്. അപ്പോൾ കൈകാലുകൾ കട്ടിലിൽ ബന്ധിക്കപ്പെട്ടതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. കൈകാലുകൾ കെട്ടിയിട്ട് ഒരവസ്ഥയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഈ ബോധം വരുന്ന ഒരു സമയത്ത് ഒരു ദിവസം 2 പേരെ അങ്ങാണ്ട് വെന്റിലേറ്ററിൽ കയറ്റി കാണിക്കും. അന്ന് ഈ ബോധം വന്നുകൊണ്ടിരിക്കുന്ന ആ മിനിറ്റുകളിൽ ഈ വെന്റിലേറ്ററിലേക്ക് കാണാനായിട്ട് കയറിയത് എൻ്റെ മാതൃ ചർച്ചിലെ എൻ്റെ ദേവദാസനും ഒരു അച്ചായനും കൂടെയാണ് ആ വെന്റിലേറ്ററിലേക്ക് കയറുവാൻ വന്ന സമയത്ത് കയറിയ സമയത്താണ് ഈ ബോധം വീഴുക. ബോധം വരുന്ന ഒരു സമയമാണ്. അപ്പം ജോജി എന്ന് വിളിച്ചപ്പം മൂളിയപ്പം ആരാന്ന് മനസ്സിലായോ? ഞാൻ ഇന്ന പാസ്റ്റർ ആണെന്ന് പറഞ്ഞു. അപ്പൊ മനസ്സിലായെന്ന് തലയാട്ടി കാണിച്ചു. അപ്പൊ പാസ്റ്റർ ഒറ്റ ഒരു കാര്യമേ ചോദിച്ചുള്ളൂ, ജോജി ഇനിയെങ്കിലും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ പ്രിയപ്പെട്ടവന് ആ വന്ന ബോധത്തിൽ പഴയ തന്റെ ആത്മീയ അനുഭവങ്ങളും എല്ലാം കർത്താവ് ഒരു സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ
ആ ഫസ്റ്റില് വരുന്ന ബോധത്തിൽ ദൈവം അതെല്ലാം കാണിച്ചു കൊടുക്കുവാനിടയായി. അപ്പോൾ കൈകൾക്ക് കുഴപ്പമില്ലാതിരുന്നുകൊണ്ട് വെന്റിലേറ്റർ ഉണ്ടായിരുന്ന സിസ്റ്റർമാരോട് പറഞ്ഞു, എനിക്കൊരു പേനയും പേപ്പറും വേണമെന്ന് പറഞ്ഞാൽ കിടക്കേ കിടന്നുകൊണ്ട് കുറച്ച് റെഫറൻസുകൾ എഴുതി, ബൈബിൾ റെഫറൻസുകൾ എഴുതിയിട്ട് സിസ്റ്ററുടെ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എപ്പോഴെങ്കിലും എന്റെ ഭാര്യ വരുമ്പോൾ ഇത് അവളുടെ കയ്യിൽ കൊടുക്കണമെന്ന് പറയാൻ. അങ്ങനെ അവിടെ ആ കിടക്കയിൽ വെച്ച് ദേവദാസന്മാരുടെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടു. അന്ന് അവിടെ വെച്ച് ആ ദേവദാസന്മാർ ആ വെന്റിലേറ്ററിൽ നിന്ന് പ്രാർത്ഥിക്കുവാനിടയായി. ദൈവം അത്ഭുതകരമായ ഒരു വിടുതലാണ്. ഡോക്ടർ 2 മാസം വെന്റിലേറ്ററിന്റെ സഹായം വേണം, അതിനുശേഷം ICU വേണം എന്ന് പറഞ്ഞ സ്ഥാനത്ത് 15 ദിവസങ്ങൾ കൊണ്ട് ദൈവം അത്ഭുതകരമായ ഒരു വിടുതൽ കൊടുക്കുവാനിടയായി. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് ദൈവം പൂർണ്ണമായ വിടുതൽ കൊടുത്തു. എന്നെ വിധവയും എൻ്റെ കുഞ്ഞുങ്ങളെ 2 പേരെയും അനാഥരുമാക്കാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ കരുതി. അത് ഓർത്ത് ഞാൻ സകല മാനവും മഹത്വവും പുകഴ്ചി എന്റെ കർത്താവിന് അർപ്പിക്കുകയാണ്. അതിനുശേഷം ഹോസ്പിറ്റലില് പിന്നെ റൂമിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ദേശത്തുള്ള ജനം, സഭാവിശ്വാസികൾ എല്ലാവരും കാഴ്ചക്കാരായിട്ട് കാണാനായി കടന്നു. 15 ദിവസത്തിന് ശേഷമാണ് എന്നെയും കൊണ്ടുവന്ന് കാണിക്കുന്നത്. അതിനുശേഷം പലരും ഇങ്ങനെ കടന്നു വരുന്നതുകൊണ്ട് ഡോക്ടർമാർ പറഞ്ഞു, ന്യൂറോ സംബന്ധമായ ഓപ്പറേഷൻ ചെയ്തതാണ്, ഇങ്ങനെ ആൾക്കാർ കാണാൻ വരാൻ പറ്റത്തില്ല, നിങ്ങൾ പ്രത്യേകമായ സൗകര്യത്തിലേക്ക് മാറണം എന്ന് പറഞ്ഞു. അങ്ങനെ പ്രത്യേക സൗകര്യങ്ങൾ എടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള അപ്പോൾ തന്നെ 2-3 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ചിലവായിട്ടുണ്ട്. അപ്പൊ ഇനി അതിനുള്ള ഒരു എമൗണ്ടും കൂടെ കണ്ടെത്താനില്ലാത്തതുകൊണ്ട് ഇപ്പൊ പ്രിയപ്പെട്ട് നല്ലൊരു ബോധത്തിലേക്ക് വന്നതുകൊണ്ട് പറഞ്ഞ് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർമാരെ അനുവദിച്ചിരുന്നില്ല വീട്ടിലേക്ക് പോകാൻ. എങ്കിലും ഞങ്ങളുടെ നിർബന്ധത്താൽ ഭവനത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായി. പ്രത്യേകമായ റൂം സജ്ജീകരിച്ച് അതിനകത്ത് അകത്തേക്ക് ആരും കയറാതിരിക്കാൻ അതിന്റെ ഭാഗത്തിൽ ഒരു ഡെസ്ക് ഒക്കെ ഇട്ട് അങ്ങനെ ആ റൂമിൽ ഞങ്ങൾ നോക്കുവാൻ ഇടയായി തീർന്നു. പക്ഷെങ്കിൽ ആദ്യത്തെ ചെക്കപ്പിന് പോകുമ്പോൾ കുഴപ്പമില്ല. രണ്ടാമത്തെ ചെക്കപ്പിന് പോകുന്ന സമയമായപ്പോഴത്തേക്കും നമ്മുടെ തലച്ചോറ് ഒരു ഫ്ലൂയിഡിനകത്താണ് നിലനിൽക്കുന്നത്. ആ ഫ്ലൂയിഡ് ഇങ്ങനെ ലീക്കായിട്ട് നമ്മുടെ അദ്ദേഹത്തിന്റെ മൂക്കിലൂടെ ഇങ്ങനെ ഒഴുകുവാനിടയായി. അപ്പോൾ അത് വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ക്രിട്ടിക്കൽ ആണല്ലോ, വീണ്ടും അപകടത്തിലേക്ക് പോകുവാണല്ലോ എന്ന് പറഞ്ഞ ഡോക്ടർമാർ പറയുവാനിടയായി. ആഗ്രക്കാരായ 2 ന്യൂറോ സർജന്മാരായിരുന്നു ഈ ഓപ്പറേഷൻ ചെയ്തിരുന്നത്. അവരൊക്കെ മലയാളം അറിയത്തില്ലാത്തതുകൊണ്ട് ഒരു ഹിന്ദിയിലും ഇംഗ്ലീഷിലായിരുന്നു സംസാരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ പോകുമ്പോൾ ഞാൻ പാസ്റ്റർമാരെ ആരെങ്കിലും കൂട്ടിക്കൊണ്ടായിരുന്നു പോകുന്നത്. അവര് ഹിന്ദി അറിയാവുന്നവര് ഹിന്ദിയിൽ സംസാരിക്കും. അപ്പൊ അവര് പറയുന്നത് ഇത് ഭയങ്കര ഡേഞ്ചറാണ്, ഇത് രക്ഷയില്ല എന്ന് അവർ വീണ്ടും തീർത്ത് പറയുകയാണ്. ഇനി ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു മടക്കുവാൻ ഇടയായി തീർന്നു. പനി അധികമായി ബാധിച്ചു, തലച്ചോറ് ഇൻഫെക്ഷൻ ആയി. അപ്പോ ഇനി എവിടെങ്കിലും ഒക്കെ കൊണ്ടുപോകാമെന്ന് ചിന്തിച്ച് എന്റെ മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരവും സഭയുടെ നിർബന്ധപ്രകാരവും മംഗലാപുരത്തുള്ള 1-2 ഹോസ്പിറ്റലിൽ ഞങ്ങൾ കൊണ്ടുപോകാൻ ഇടയായി. അവിടെ ചെന്നപ്പോഴും അവരും വീണ്ടും ഇതാണ് പറയുന്നത്, വീണ്ടും തലയില് ഒരു ചെവി മുതൽ ഇപ്പത്തെ ചെവി വരെ മൊത്തം പിന്നെ ഓപ്പറേഷൻ ചെയ്തതാണ്. അപ്പൊ അത് വീണ്ടും ഒന്നും കൂടി അത് ഓപ്പറേഷൻ ചെയ്ത് ഈ ലീക്ക് എവിടെയാണെന്ന് കണ്ടുപിടിക്കണമെന്ന് അവർ പറയും. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് 2-3 ലക്ഷം രൂപ ഓൾറെഡി ചെലവായതാണ്. ഇനി ആ എമൗണ്ട് കണ്ടെത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. എങ്കിലും നല്ലവരായ നാട്ടുകാരും സഭക്കാരും കുടുംബാംഗങ്ങളും എന്ത് ചെലവ് വന്നാലും അത് ചെയ്യണം എന്നുള്ള അവരുടെ നിർബന്ധപ്രകാരം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഭർത്താവിന് നല്ല സുബോധം ഉള്ളത് കൊണ്ട് മംഗലാപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടറെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ എന്റെ പ്രിയപ്പെട്ടവൻ കൂടി ഉണ്ടായിരുന്ന ദേവദാസനോട് പറഞ്ഞു, പാസ്റ്ററെ എല്ലാരും ഇത്ര നാളും പറയുന്നുണ്ട് ദൈവമാണല്ലോ എന്റെ ജീവനെ തിരിച്ചു തന്നെന്ന് അവര് പറയുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ഈ ലീക്ക് എവിടെ നിന്നാണെന്നും കൂടെ ദൈവം തന്നെ അത് കണ്ടുപിടിച്ചാൽ മതി, ഇനി അത് ഓപ്പറേഷൻ ചെയ്ത് കണ്ടുപിടിക്കേണ്ട എന്നൊരു തീരുമാനം മംഗലാപുരം ഏനപ്പോയ മെഡിക്കൽ കോളേജിൽ മുറ്റത്ത് വെച്ച് പറയുവാനിടയായി. വണ്ടി വീട്ടിലോട്ട് വിട്ടാൽ മതി പാസ്റ്റർ എന്ന് പറയുവാനിടയായി. പിന്നെ കേരളത്തിലെ ഇൻഡോ അമേരിക്കൻ, അമൃത ഇങ്ങനെ 1-2 ഹോസ്പിറ്റൽ മാത്രമേ ന്യൂറോ ഫെസിലിറ്റി കൂടുതൽ അന്നുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവിടെ പോകാമെന്ന് പറഞ്ഞപ്പോ ഇനി എവിടെയും പോകണ്ട, വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ച് വീട്ടിൽ വരുന്നു. വീണ്ടും ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ ഞാൻ പിന്നെ എൻ്റെ ജീവിതം ആ ഒരു ലെവലിലേക്ക് മാനസികമായി ഒരുക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ഇനിയും മുമ്പോട്ട് അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരും, ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ആകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ എൻ്റെ ജീവിതം, എൻ്റെ മൈൻഡ് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്യുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ദൈവദാസൻ അന്ന് എൻ്റെ രോഗസൗഖ്യത്തിന് ആ സമയത്ത് ഉണ്ടായിരുന്ന ആ ദൈവദാസൻ തന്നെയായിരുന്നു അന്നേരം ഉണ്ടായിരുന്നത്. ദൈവദാസൻ പറഞ്ഞു, പല പ്രാവശ്യം ദൈവിക സൗഖ്യം അനുഭവിച്ചതല്ലേ, നമുക്ക് ഭവനമായ വീട്ടിൽ ഉപവാസ പ്രാർത്ഥന വെക്കാമെന്ന് പറഞ്ഞു.
അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവൻ വീട്ടിൽ വന്നതിന് ശേഷം ഫോൺ അങ്ങനെ ഉപയോഗിക്കത്തില്ല. അന്ന് നമുക്കൊരു ഫോൺ ഉണ്ട്. ആ ഫോണിൽ ഞാൻ ലൗഡ് സ്പീക്കറിൽ ഇട്ട് പ്രിയപ്പെട്ടവന് കൊടുത്തു. പ്രിയപ്പെട്ടവൻ നിമിത്തമായിട്ട് ആരൊക്കെ ഭാരം അനുഭവിച്ചിട്ടുണ്ടോ, ആരെയൊക്കെ ചെറിയ വാക്കുകൾ കൊണ്ട് പോലും വേദനിപ്പിച്ചിട്ടുണ്ടോ, മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കൂട്ടുകാരെയും ജോലി സംബന്ധമായിട്ടൊക്കെ ഒത്തിരി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതിനൊക്കെ അവരുടെ എല്ലാ നമ്പറിൽ ഫോൺ വിളിച്ചിട്ട് അവരോടൊക്കെ ക്ഷമ പറയുവാനിടയായി. എന്നിട്ട് ദേവദാസനോട് പറഞ്ഞു, ഞാനൊരു നിരപ്പിന്റെ ശുശ്രൂഷ ഞാൻ അതും ചെയ്തിട്ട് വീട്ടിൽ ഭവന പ്രാർത്ഥന വെക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ ഫോൺ എടുത്ത് എല്ലാവരും വിളിക്കേണ്ടവരൊക്കെ വിളിച്ച് ഞങ്ങൾ മാനുഷികമായ നിലയിൽ ക്ഷമ പറയേണ്ടവരോടൊക്കെ ദൈവത്തോടും മനുഷ്യരോടും ക്ഷമ പറഞ്ഞതിന് ശേഷം വീട്ടിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാനിടയായി. 3 ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുമ്പോൾ മൂന്നാമത്തെ സെക്ഷൻ അദ്ദേഹത്തിന്റെ മൂക്കിലൂടെ ഈ ഫ്ലൂയിഡ് ഇങ്ങനെ ഒഴുകി ഒഴുകി മൂക്കൊക്കെ പൊട്ടി പഴുത്ത് ഭയങ്കര സ്മെല്ലാണ്. എപ്പോഴും ഒരു ടർക്കി അല്ലെങ്കിൽ ഒരു തൂവാല കയ്യിൽ ആവശ്യമാണ്. കാരണം ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. കിടന്നു കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് ആ ഫ്ലൂയിഡ് പോകും. അങ്ങനെ ഒരു 2-3 മാസമാകുമ്പോൾ നമുക്കൊരു ജലദോഷം വരുമ്പോൾ തന്നെ മൂക്കില് ഫ്ലൂയിഡ് വരുമ്പോൾ ബുദ്ധിമുട്ടാവും. ഇപ്പൊ 2 മാസമൊക്കെ ആകുമ്പോഴത്തെ അവസ്ഥ 6 മാസത്തോളം ആകാനായി അപ്പോഴത്തേക്ക്. അപ്പം ഇങ്ങനെ കിടക്കുമ്പോൾ അകത്തേക്ക് പോകും, ഇരിക്കുമ്പോൾ മൂക്കിലൂടെ ഒഴുകി ഒഴുകി വരും. അങ്ങനെ ടർക്കി ടവൽ എപ്പോഴും മാറി 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 കൊടുക്കുമായിരുന്നു. അങ്ങനെ ഈ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം വിശ്വാസികൾക്കും ദേവദാസനെല്ലാം വളരെ ഭാരം തോന്നി. ഒരു വിടുതൽ കാണാൻ കഴിയുന്നില്ലല്ലോ, പ്രത്യക്ഷത്തില് ഞങ്ങളുടെ സഹോദരൻ ഞങ്ങളെ വിട്ടു പോകുമല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ടോടെ പ്രയാസത്തോടെ അവര് തന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് 3 ദിവസം ഉപവസിച്ചതല്ലേ പറഞ്ഞ് അവര് തന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അവരൊക്കെ തന്നെ ചോറും കറികളൊക്കെ ഉണ്ടാക്കി. കുറച്ചു പേരൊക്കെ കഴിച്ചു, കുറച്ചു പേരൊക്കെ കഴിക്കാതെ അങ്ങനെയൊക്കെ ആയിട്ട് പിരിഞ്ഞു പോയി. അന്ന് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ എല്ലാം ഈ പ്രാർത്ഥനയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും തന്നെ രാത്രിയിൽ തന്നെ മടങ്ങി. എൻ്റെ സഹോദരി, എൻ്റെ നേരെ ഇളയ എൻ്റെ അനിയത്തി, അന്ന് അവള് കോഴിക്കോട്, അവൾക്ക് പോകാൻ കഴിയാത്തതുകൊണ്ട് അവൾ അവിടെ രാത്രിയിലൊന്നും നിന്നു. അപ്പോൾ രാവിലെ പിറ്റേ ദിവസം ഞാൻ എൻ്റെ ദിവസവും ചെയ്യുന്നത് പോലെ രാവിലെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും സ്കൂളിൽ വിട്ടിട്ട് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ആ റൂമിലേക്ക് ചെന്ന് ആ റൂം ക്ലീൻ ചെയ്യുകയും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ കുഞ്ഞുങ്ങൾ രണ്ടുപേരും 2-ലും 3-ലും പഠിക്കുന്നു. അവര് സ്കൂളിലേക്ക് പോയി കഴിഞ്ഞ് അവരെ വിട്ടതിന് ശേഷം ഞാൻ ആ റൂം അപ്പൊ അതിന് മുമ്പ് മോൻ റൂമിൽ ചെന്നപ്പോ പപ്പ പറഞ്ഞു, മമ്മിയോട് പറയാം എന്റെ മൂക്കിൽ നിന്ന് ഇപ്പൊ വെള്ളം വരുന്നില്ല, എന്റെ മൂക്കിൽ നിന്ന് ഒട്ടും വെള്ളം വരുന്നില്ല എന്ന്. കുഞ്ഞു വന്ന് എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, മമ്മി ആശ്വസിപ്പിക്കാൻ പപ്പ ചുമ്മാ പറയുന്നതാ, എനിക്കറിയാം മമ്മ ചുമ്മാ പറയുന്നതാടാന്ന് പറഞ്ഞ മോനെ വിട്ടു. എന്നിട്ട് ഞാൻ ഇവനോട് പറഞ്ഞു, മോനെ നീ നോക്കണം, പപ്പയുടെ കയ്യിൽ ടർക്കിയുണ്ടോ ടവലുണ്ടോ എന്നൊന്ന് നീ ഒന്ന് നോക്കണോന്ന് പറഞ്ഞു. ഇവൻ വന്നിട്ട് എന്നോട് അടുക്കള വന്നിട്ട് പറഞ്ഞു, ഇല്ല മമ്മി പപ്പയുടെ കയ്യിൽ ടർക്കി ഇല്ല, തൂവാലൊന്നും പപ്പയുടെ കയ്യിലില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ മുണ്ടിന്റെ അറ്റം കൊണ്ട് പപ്പ മൂക്ക് നോക്കുന്നു. ഞാൻ നോക്കാനേ പോയില്ല, എനിക്ക് കാരണം വിശ്വസിക്കാൻ എനിക്കത് പ്രയാസമായിരുന്നു. ഇല്ല മമ്മി പപ്പ മുണ്ട് കൊണ്ടും മൂക്ക് തൂക്കുന്നില്ല എന്ന് ഇവൻ ഓടി വന്ന് പറയുവാനിടയായി. ഞാൻ 10 മണിയായപ്പോൾ ഇവര് സ്കൂളിൽ പോയതിന് ശേഷം ഞാനത് കാര്യമാക്കിയിട്ടില്ല. സ്കൂളിൽ പോയതിന് ശേഷം ആ റൂം ക്ലീൻ ചെയ്യാനായിട്ട് ആ റൂമിലേക്ക് ചെന്നപ്പോൾ അവിടെ കിടക്കുമായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, നീ എന്റെ മൂക്കില് നിന്റെ വിരലിങ് കാണിച്ച് എന്റെ മൂക്കിലിട്ട് നോക്കിക്കേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മൂക്കിലെ വിരലിട്ട് നോക്കുമ്പോൾ ആ മൂക്ക് നമ്മുടെ സാധാരണ നോർമൽ നോസ് പോലെ നല്ല ഡ്രൈ ആയിട്ടിരിക്കും. ഒരു ശകലം വെള്ളത്തിന്റെ അംശമോ ഒരു പഴുപ്പിന്റെ അംശമോ ഒരു വെള്ളത്തിന്റെ അംശമോ ഒന്നും ഇല്ലാതെ. അതെന്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായി തീർന്നു. കാരണം ഇങ്ങനെ യേശു കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ഒരു അത്ഭുതം കർത്താവ് പരസ്യ ശുശ്രൂഷ കാലയളവിൽ ചെയ്ത അത്ഭുതങ്ങൾ കർത്താവിന്റെ വചനത്തിൽ വായിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കണ്ണാലെ, എൻ്റെ ഈ മാനുഷിക കണ്ണാലെ ഒരു അത്ഭുതം കണ്ടത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവന്റെ വിടുതലാണ്. അതിലൂടെ എൻ്റെ ജീവിതം ഒത്തിരി മാറി മറിയുവാൻ ഇടയായി. കാരണം ഒരു പെന്തക്കോസ്ത് ഭവനത്തിൽ ജനിച്ചു വളർന്നുകൊണ്ട് ചെറിയ പ്രായത്തിലെ സൺഡേ സ്കൂൾ പഠിക്കുമ്പോഴേ 14 വയസ്സിൽ രക്ഷിക്കപ്പെട്ടു, 15 വയസ്സിൽ സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, എല്ലാ മീറ്റിങ്ങുകൾക്ക് കടന്നു പോകുന്നു. അതൊരു ഡെയിലി റൊട്ടീൻ പോലെ അങ്ങനെ ചെയ്യുന്നു. പക്ഷെങ്കിൽ വചനം കൂടുതൽ പഠിക്കുവാനും വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാനും വിശ്വാസത്തിന്റെ വചനങ്ങൾ ഭരിക്കുവാനും തുടങ്ങിയത് ഈ പ്രിയദാസന്റെ ആശ്രമത്തിന് ശേഷമാണ്. എനിക്ക് അന്ന് കർത്താവ് ഒരു അത്ഭുത സൗഖ്യം കൊടുത്തു. ഞാൻ അന്നേരം എല്ലാവരെയും ഫോൺ ചെയ്ത് പെട്ടെന്ന് എല്ലാവരെയും വിളിച്ചു പറഞ്ഞു. എൻ്റെ അനിയത്തി എന്റെ കൂടെ ഇത് സാക്ഷിയായിട്ട് കാണാനുണ്ടായിരുന്നു. എല്ലാവരെയും വിളിച്ചു പറഞ്ഞു. ചർച്ചുകാർക്കും പാസ്റ്റർക്കും ആർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പൊ 6 മാസത്തോളമായി ചർച്ചിൽ ആരാധനയ്ക്ക് പോകാനൊന്നും കഴിയാതെയായിരുന്നു. ആ ഞായറാഴ്ച ചർച്ചിൽ നിന്ന് സഹോദരന്മാര് കാറും കൊണ്ട് വന്ന് ചർച്ചിൽ പോവാനിടയായി. എല്ലാവർക്കും ഭയങ്കര, ഞങ്ങളുടെ സഭയിൽ തന്നെ വലിയൊരു മാറ്റത്തിന് ഈ ഒരു അത്ഭുത സാക്ഷ്യം കാരണമായി തീർന്നു. സഭയിൽ തന്നെ ഒരു ഉണർവിന് കാരണമായി തീർന്നു ഈ ഒരു അത്ഭുത വിടുതൽ.
അതുപോലെ തന്നെ ആ ആഴ്ചയിൽ തന്നെ അന്ന് ഒന്നുകൂടെ ടെസ്റ്റിന് പോകാം എന്നുള്ള ചിന്തയിൽ ന്യൂറോ ഡോക്ടർമാരെ ആദ്യം ചികിത്സിച്ച ഹോസ്പിറ്റലിൽ തന്നെ ചെന്നപ്പം അവര് 5-6 പ്രൊഫസർമാർ ഇങ്ങനെ മേശയിൽ ചുറ്റും വട്ടം ഇരിക്കുമായിരുന്നു. ഞങ്ങൾ ഫാമിലി ആയിട്ട് ചെന്നു. ഞങ്ങളുടെ കൂടെ ഹിന്ദി അറിയാവുന്ന ഒരു ദേവദാസൻ ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ ഇത് കണ്ടപ്പോൾ ഡോക്ടർക്ക് ഭയങ്കര അത്ഭുതം. അന്നേരം ഞങ്ങളുടെ മോൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവനെ ഈ ആഗ്രഹക്കാരായ ഡോക്ടർമാർ എടുത്ത് പൊക്കി പിടിച്ചിട്ട് ലക്കി ബോയ് എന്ന് പറഞ്ഞാൽ അവരുടെ ഭയങ്കര ആഹ്ലാദ പ്രകടനം അവരവിടെ നടത്തുവാനിടയിൽ. ഞങ്ങൾക്ക് ഇത് എന്താണെന്ന് പോലും മനസ്സിലായില്ല. കാരണം അവരുടെ അത്രയും നാളത്തെ സർവീസില് ഹെഡ് ഇഞ്ചുറി വന്ന് ചെവിയിലൂടെ ബ്ലീഡിങ് ആയ, നോസിലൂടെ ബ്ലീഡിങ് ആയ ഒരാൾ ഇത്രയും സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുക എന്നത് അവർക്ക് വളരെ അപൂർവമായിരുന്നു. അവർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം എന്റെ പ്രിയപ്പെട്ടവൻ പറഞ്ഞു, ഇതെങ്ങനെ സംഭവിച്ചു? ഇതെന്റെ യഹോവയാൽ സംഭവിച്ചു, ഇത് എന്റെ യേശു എനിക്ക് സൗഖ്യം തന്നുവെന്ന് ആ ഡോക്ടേഴ്സിനോട് പറയാനിടയായി. ആ ദേവദാസൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുവാനിടയായി. അന്ന് സൗഖ്യം തന്നതാണ്. അതിനുശേഷം ഇന്ന് വരെയും ന്യൂറോയുടെ മരുന്നുകളൊന്നും പിന്നെ കഴിക്കുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. അങ്ങനെ ഭവനത്തിൽ വന്നു. പെട്ടെന്ന് തന്നെ ഇനി സമയമില്ല, ഇനി എനിക്ക് കർത്താവിന്റെ വചനം പഠിക്കാൻ പോകണമെന്നുള്ള കഠിനമായ തീരുമാനത്തില്. അപ്പൊ എന്റെ മാതാപിതാക്കൾ പറഞ്ഞു, ഷീജയും കുഞ്ഞുങ്ങളെയും ഞങ്ങൾ നോക്കിക്കോളാം, അവരെ പഠിപ്പിച്ചോളാം, അവളുടെ കാര്യങ്ങൾ നോക്കിക്കോളാം, നീ ബൈബിൾ കോളേജിൽ പൊക്കോളാൻ പറഞ്ഞു. ഇല്ല, ഞാൻ പോകുന്നുണ്ടെങ്കിൽ അവളെയും കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയി പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേ പോകുള്ളൂ എന്ന് പറയുവാനിടയായി. അങ്ങനെ അന്വേഷിച്ചപ്പോ നമ്മുടെ എറണാകുളത്ത് പെരുമ്പാവൂര് കീഴിലം ബൈബിൾ സെമിനാരിയില് ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് പഠിക്കുവാൻ ഒരു അവസരം അതിന്റെ ഫൗണ്ടർ ആയിരിക്കുന്ന ചാക്കോ സാറും അതിന്റെ അധികാരികളും ഞങ്ങൾക്ക് ഒരുക്കി തന്നു. അവിടെ CBSE സ്കൂൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും സൗജന്യമായിട്ട് 5ാം ക്ലാസ് വരെ പഠിക്കുവാനുള്ള വിദ്യാഭ്യാസം അവർ ഒരുക്കി തന്നു. എനിക്ക് BTH ചെയ്യുവാനും പ്രിയദാസനും കർത്താവിന്റെ വചനം 3 വർഷം പഠിക്കുവാനും കർത്താവ് സഹായിച്ചു. അതിനുശേഷം ഞങ്ങള് 2ാമത്തെ വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പുതിയ പ്രവർത്തനം എടുത്ത് മൂവാറ്റുപുഴയ്ക്കടുത്ത് ആയവന എന്ന സ്ഥലത്ത് പുതിയൊരു പ്രവർത്തനം എടുത്ത്, കാരണം ഗ്രാജുവേറ്റ് കഴിയാതെ ആരെയും വിടത്തില്ല, എങ്കിലും ഞങ്ങളുടെ താല്പര്യപ്രകാരവും അങ്ങനെ ഒരു അവസരം ലഭിച്ചതും നിമിത്തമായിട്ട് സാറ് ഞങ്ങളെ 2ാമത്തെ വർഷം ഒരു പൈനീർ വർക്ക് എടുക്കുവാനായിട്ട് അനുവദിച്ചു. അങ്ങനെ ആയവനയിൽ ഒരു വാടകയ്ക്ക് ഒരു വീടെടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് 3ാമത്തെ വർഷം പോയി വന്ന് ഞങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാനും ഗ്രാജുവേറ്റ് ചെയ്യുവാനും ഇടയായി തീർന്നു. അവിടെ ഒരു പുതിയ പ്രവർത്തനം ആരംഭിച്ചു. അവിടെ കർത്താവിന്റെ പേരിൽ വളരെ ശക്തിയോടെ ഞങ്ങൾ ആഗോളം ചെയ്യുവാൻ ഇടയായി തീർന്നു. ഒത്തിരി പ്രതികൂലങ്ങള്, ഒത്തിരി സുവിശേഷ വിരോധികളുടേതായ പ്രയാസങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടുവെങ്കിലും ഞങ്ങൾ 4 പേരിരുന്ന് സഭായോഗം നടത്തി, ആരാധന നടത്തി. അതിനുശേഷം ചില വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ 21 ദിവസം ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ഉച്ച കഴിഞ്ഞ് ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു സഹോദരി എൻ്റെ അടുത്തിരുന്നു. സഹോദരി ഞാൻ എന്നെ നോക്കിയപ്പോൾ ഞാൻ ആഭരണം ഒന്നും ഇടാത്തതായിട്ട് കണ്ടപ്പോൾ എന്നോട് ഫോൺ നമ്പർ ചോദിക്കുവാൻ ഇടയായി. എൻ്റെ ഭർത്താവ് ഭയങ്കര മദ്യപാനിയാണ്, നിങ്ങളുടെ നമ്പർ ഒന്ന് തരാമോ എന്ന് എന്നോട് ചോദിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ അടുത്തിരുന്ന് ആന്റിക്ക് നമ്പർ കൊടുത്തപ്പോഴത്തേക്ക് അവർക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങേണ്ട സമയമായി. അവർ വേഗം ഇറങ്ങി. പക്ഷെ ആ നമ്പറിൽ അവർ എന്നെ കോണ്ടാക്ട് ചെയ്യുവാനും അങ്ങനെ തന്റെ ഭർത്താവുമായിട്ട് ഞങ്ങൾ താമസിക്കുന്ന വാടക വീട്ടിൽ വരുവാനും അവര് അങ്ങനെ ആ ഉപവാസ പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാനിടയായി. തികഞ്ഞ മദ്യപാനി, തികഞ്ഞ ലഹരിക്കടിമയായ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ആ പ്രിയദാസൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് കടന്നു വരുമ്പോഴും ആ സ്കൂട്ടറിനകത്ത് തന്റെ ലഹരി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 4 ദിവസം വരുമ്പോൾ 4ാമത്തെ ദിവസമായപ്പോഴത്തേനും അദ്ദേഹം ആ ലഹരി മരുന്നുകളെല്ലാം ആ വണ്ടിക്കകത്ത് നിന്ന് ഒഴിവാക്കി ഞങ്ങളോട് ഒരുമിച്ച് പ്രാർത്ഥനയിൽ കൂടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ആ ദാസന്റെ ജീവിതം ദൈവം അത്ഭുതകരമായി വിടുവിക്കുവാൻ ഇടയായി. അവർ കുടുംബമായിട്ട് ആ പ്രിയദാസൻ അവിടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാൻ ഇടയായി തീർന്നു. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങൾ. മോള് BSc നഴ്സിംഗ് 2ാം വർഷം പഠിക്കുന്നു, മോൻ എഞ്ചിനീയറിംഗിന് 1ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെയും ജീവിതത്തിൽ അവര് ഒത്തിരി വിശ്വാസത്തിന് കുഞ്ഞു പ്രായങ്ങളൊക്കെ അവര് നല്ലതായി എൻജോയ് ചെയ്തിട്ടില്ല. അവർ ഈ കണ്ണുനീരും ദുഃഖവും അനർത്ഥങ്ങളും സങ്കടങ്ങളും കണ്ടു തന്നെയാണ് എൻ്റെ കുഞ്ഞുങ്ങളും ഞാനും എൻ്റെ കുഞ്ഞിലെ മുതല് എൻ്റെ പിതാവിന്റെ അനർത്ഥം മുതൽ കണ്ടു വളർന്ന് ഞങ്ങളന്ന് ചിരിച്ച് സന്തോഷിച്ച നിമിഷങ്ങളൊക്കെ ഞങ്ങൾക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ എപ്പോഴും കാണുമ്പോൾ ഇവര് പ്രസാദമില്ലാത്തവരാണല്ലോ, ഇവരെപ്പോഴും ഗൗരവമാണല്ലോ എന്ന് പുറമേ നിന്നുള്ളവർ വീക്ഷിക്കും. പലരും എന്നോട് ചോദിച്ചു. പക്ഷെ എന്നോട് അടുത്തിടപഴകുമ്പോൾ, അടുത്ത് സംസാരിക്കുമ്പോഴാണ് ഞങ്ങൾ അനുഭവിച്ചു വന്ന ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളും തിക്ത അനുഭവങ്ങളുമാണ് ഞങ്ങളെ ഈ രീതിയിലാക്കിയത് എന്ന് എനിക്ക് പറയുവാനായിട്ട് കഴിയും. എന്നാൽ ഇന്ന് കർത്താവ് ഞങ്ങളെ ജയത്തോടെ നടത്തുന്നു. ഒന്നുമില്ലായ്മയിലും
എല്ലാം ഉള്ളവരെ പോലെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് കർത്താവ് തരുന്ന നന്മകൾ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം മറ്റൊന്നിനുമില്ല. ഞാൻ ഓർക്കുമായിരുന്നു, ഇന്ന് എന്റെ കൂടെ പഠിച്ചവരൊക്കെ അവരെല്ലാം നല്ല നിലയിൽ വിദേശ രാജ്യങ്ങളിലൊക്കെയും ജോലിയോടുള്ള ബന്ധത്തിലും ഒക്കെ ജോലി ചെയ്തൊക്കെ ജീവിക്കുന്നു. എന്നാൽ അവർക്കൊന്നും ലഭിക്കാത്തതായ ഒരു ആത്മീയ സന്തോഷം, ഒരു ആത്മീയ സമാധാനം ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ അനുഭവിക്കുന്നു. എനിക്ക് എന്റെ വാട്സപ്പിനകത്ത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇപ്പൊ. അപ്പൊ അതിനകത്ത് എന്റെ കൂട്ടുകാരൊക്കെ എന്നോട് ചോദിക്കും, ഷീജ നീ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രേക്ഷിത വേല തിരഞ്ഞെടുത്തത്? നീ എങ്ങനെ അല്ലായിരുന്നല്ലോ പഠിക്കുന്നു, നിനക്ക് പഠിക്കണം, ജോലി മേടിക്കണം എന്നൊക്കെയായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ആ കൂട്ടുകാരോട് ഞാൻ അവരോട് എന്റെ സാക്ഷ്യം ഞാൻ പലപ്പോഴും ഈ വാട്സപ്പിനകത്തൂടെ ഞാൻ മെസ്സേജ് ആയിട്ട് അവർക്ക് അയക്കാറുണ്ട്. അപ്പൊ അവരെന്നോട് പറയും, നീ ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും, നിന്നെ അതിനുവേണ്ടി ദൈവം ആക്കി വെച്ചിരിക്കുന്ന എന്നൊക്കെ പറയുവാനിടയായി തീരും. അതുപോലെ ഇതുപോലെ ഞാൻ എനിക്ക് ഒറ്റൊരു കാര്യം പറയാനുള്ളൂ. കർത്താവ് നമ്മളെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ നമ്മൾ എങ്ങനെയൊക്കെ കടന്നു പോകണം, ഏതെല്ലാം സാഹചര്യങ്ങളോട് കടന്നു പോകണം എന്റെ കർത്താവ് കണ്ടിട്ടുണ്ട്. നമ്മുടെ വിചാരങ്ങളും നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും അല്ല ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ. എന്റെ വിചാരം, എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ പഠിച്ച് നല്ല നിലയിൽ നല്ലൊരു ജോലി ലഭിച്ച് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലൂടെ ഒക്കെ ജീവിക്കണം എന്നുള്ളതായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെങ്കിൽ 10 വയസ്സിൽ എന്റെ അപ്പനും അമ്മയും എന്നെ നേർന്നതും എന്റെ രോഗസൗഖ്യത്തിന് വേണ്ടി അവർ ആഗ്രഹിച്ചതും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ കൊടുത്തതും എന്റെ വളർച്ചയിലും അവരും മറന്നുപോയി, ഞാനും മറന്നുപോയി. എന്റെ യേശുപ്പച്ചൻ അത് മറന്നു പോകാത്തത് കൊണ്ട് ഇന്ന് എനിക്ക് കർത്താവിന്റെ വേല ചെയ്യുവാനും അനേകരുടെ മുമ്പാകെ സാക്ഷിയായി നിൽക്കുവാനും എന്റെ കർത്താവ് എനിക്ക് അവസരങ്ങളെ തരുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. തുടർന്ന് ഞങ്ങളുടെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഓക്കെ, കർത്താവിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതാനുഭവം, ദൈവം നടത്തിയതായ ആ നാൾ വഴികളെക്കുറിച്ച് കർത്താവിൻ്റെ ദാസി ഇത്രത്തോളം സമയം പങ്കുവയ്ക്കുവാൻ തക്കോടിയായി തീർന്നു. ഒരു പെന്തിക്കോസ്ത് കുടുംബത്തിൽ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കന്മാർക്ക് ജനിച്ച് വളരുവാനും അതുപോലെ തന്നെ ബാല്യത്തിൽ തന്നെ ഒരു രോഗിയായി തീരുന്ന ഒരു സാഹചര്യം, താൻ ഒരു കിഡ്നി പേഷ്യൻ്റായി മാറുന്ന ഒരു സാഹചര്യം, അതിനെ തുടർന്ന് ഏറെ പരിശ്രമവും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞ് അധികം താമസിയാതെ തന്നെ ഒരു ദൈവീയ വിടുതലിലേക്ക്, ദൈവീയ സൗഖ്യത്തിലേക്ക്, സ്പർശനത്തിലേക്ക് വരുവാൻ തക്കവണ്ണിടയായി തീർന്നു. അധികം കാലം മുന്നോട്ട് പോകുന്നതിന് മുന്നമേ വാത്സല്യ പിതാവിന് നേരിട്ട ആ ഗുരുതരമായ ആ അപകടം, അതിന് ശേഷം താനും സൗഖ്യമായി. പിന്നത്തേതിൽ തൻ്റെ പ്രിയ സഹോദരിയുടെ വിവാഹത്തിൽ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സന്തോഷകരമായി മുന്നോട്ട് പോകും. അവർക്കുണ്ടായതായ ആ കുഞ്ഞിന് സിസ്റ്റർ അനുഭവിച്ച അതേ രോഗം, അഥവാ ആ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗം നേരിടുവാൻ കൂടിയായി തീർന്നു. അതിലും ദൈവികമായ ഒരു ഇടപെടൽ അനുഭവിച്ചറിയുവാൻ ഇടയായി തീർന്നു. എന്നാൽ പിന്നത്തേതിൽ കുടുംബജീവിതത്തിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തീരുമാനമെടുത്ത കുടുംബമാണ്. എന്നാൽ പല സന്ദർഭങ്ങളിലായിട്ട് പലപ്പോഴും പല സാഹചര്യങ്ങൾ നിമിത്തം അതിലേക്ക് വേണ്ടതുപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ പോയി. എന്നാൽ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസഫ് അവറുകൾക്ക്, സെബാസ്റ്റ്യൻ ജോസഫ് അവറുകൾക്ക് നേരിട്ടതായ വാഹനാപകടവും അത് മുഖാന്തരം ഉണ്ടായതായ ഗുരുതരമായ ചില സാഹചര്യങ്ങൾ ആ പ്രിയപ്പെട്ടവരെ വളരെയേറെ വിഷമത്തിലേക്ക് നയിക്കുവാൻ കൂടിയായി തീർന്നു. ദൈവദാസന്റെ സാക്ഷ്യം കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് ജോസഫ് സെബാസ്റ്റ്യൻ അരോമ TV എന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതവിടെ കാണാൻ കഴിയും. തൻ്റെ ജീവിത സാക്ഷ്യം താൻ പങ്കുവച്ചത് അരോമയിൽ കിടപ്പുണ്ട്. പ്രിയമുള്ളവരെ, ഈ വാത്സല്യ കുടുംബത്തിൽ പ്രിയപ്പെട്ടവര് ഒത്തിരി കഷ്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. പക്ഷെ ഇന്ന് അവരെ സന്തോഷമുള്ളവരായി, സമാധാനമുള്ളവരായി, ലോകത്ത് മറ്റുള്ളവരെക്കാൾ അധികമായി അവർ കർത്താവിന് വേണ്ടി ഇന്ന് നിൽക്കുന്ന ഒരു കുടുംബമായിട്ട് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നറിയുവാൻ തക്കവണ്ണിടയായി തോന്നുന്നു. ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിലെ പല അനുഭവങ്ങളുടെയും പല വ്യക്തിയുടെയും ജീവിതാനുഭവങ്ങൾ മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയത്, ആ വ്യക്തിക്ക് എത്ര സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി
അഭിമുഖീകരിക്കേണ്ടി വന്നാലും ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ പ്രവൃത്തി ആ വ്യക്തിയിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ആ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ആ വ്യക്തിയെ അവിടെ വെച്ച് പണിത് ഒരുക്കി എടുത്ത് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നിശ്ചയമായിട്ടും ദൈവം ഈ വാത്സല്യ കുടുംബത്തിനും അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ ദൈവം ഇന്ന് അവർക്ക് കൊടുത്തിരിക്കുകയാണ്. പലയിടങ്ങളിൽ വളരെ ശക്തമായി കർത്താവിന് വേണ്ടി ഈ നാളുകളിലെ വാത്സല്യ കുടുംബം പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അരോമ ടിവിയിലെ പ്രേക്ഷകരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെങ്കിൽ തകർച്ചയുടെയോ രോഗത്തിൻ്റെയോ അപകടത്തിൻ്റെയോ നിരാശയുടെയോ ദുഃഖത്തിൻ്റെയോ അല്ലെങ്കിൽ അതിസങ്കീർണമായ സാഹചര്യങ്ങളുടെ ഒക്കെ ആയിരിക്കും ഒരുപക്ഷെങ്കിൽ നിങ്ങൾ കടന്നു പോകുന്നത്. എങ്കിലും നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്, പതറിപ്പോകരുത്. എല്ലാറ്റിൻ്റെയും അവസാനം അല്ലെങ്കിൽ ഒടുവിൽ ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങളിലൂടെ നിവർത്തിക്കപ്പെടുവാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. കർത്താവ് നിങ്ങളെ ഉപയോഗിക്കുവാൻ, കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുവാൻ, കർത്താവ് നിങ്ങളെ വിടുവിക്കുവാൻ, ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് കാണുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അതിനുവേണ്ടി സഹായിക്കും. കർത്താവിൻ്റെ ദാസി ഷിജ ജോസഫ് തൻ്റെ ജീവിതാനുഭവങ്ങൾ, തൻ്റെ ഭർത്താവിൻ്റെ ജീവിതാനുഭവങ്ങൾ, കുഞ്ഞിൻ്റെ അനുഭവം, കുടുംബത്തെക്കുറിച്ച്, മാതാപിതാക്കന്മാരെക്കുറിച്ചൊക്കെ വളരെ ചുരുക്കമായിട്ടാണെങ്കിൽ പോലും വളരെ നല്ല നിലയിൽ ആ വിഷയങ്ങൾ നമ്മോടൊപ്പം ഷെയർ ചെയ്യുവാൻ കൊണ്ടിടയായി തീർന്നു. കേട്ട ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നിരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിശ്ചയമായിട്ടും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ കരുതുന്നു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രശ്നം എത്ര വലുതായിരുന്നാലും, നിങ്ങളുടെ രോഗം എത്ര ഗുരുതരമായിരുന്നാലും, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ജീവിതാനുഭവങ്ങൾ നിങ്ങളെക്കാൾ വലുതായിരുന്നാൽ പോലും അതിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം ശക്തനാണെന്നുള്ള വസ്തുത തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയ്ക്കായി സമയം ചെലവഴിക്കൂ. കണ്ണുകളെ അടയ്ക്കൂ. ഒരു നിമിഷം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിനെ ഇതുവരെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇന്ന് തന്നെ ആ യേശുവിന് വേണ്ടി ജീവിതം, ഹൃദയം ഏൽപ്പിച്ചു കൊടുക്കൂ. അതല്ല, നിങ്ങളൊരു ദൈവപൈതലാണെങ്കിൽ ചോദ്യങ്ങൾ പലതുണ്ടായിരിക്കാം. അതൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ദൈവശബ്ദത്തിന് വേണ്ടി കാതോർക്കുവാൻ തയ്യാറാകുമെങ്കിൽ കർത്താവിൻ്റെ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളമായി അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം, അത് രുചിച്ചറിയുവാൻ തക്കവണ്ണം കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സൗഭാഗ്യകരമായ അനുഭവമായി തീരത്തക്കവണ്ണം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കൂ. നമ്മൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ഷീജ ജോസഫ് അരോമ ടിവിയിലെ പ്രേക്ഷകർക്ക് വേണ്ടി സമയം പ്രാർത്ഥിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സിസ്റ്റർ ഒരു വാക്ക് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. കർത്താവേ, സ്തോത്രം സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, അല്പസമയം കർത്താവേടിന്റെ ജീവിതാനുഭവം അരോമ ടി വി പ്രേക്ഷകരോട് കർത്താവെ സംസാരിക്കുവാൻ കർത്താവടിനെ ബലപ്പെടുത്തിയത് ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ദൈവമേ, കേൾക്കപ്പെട്ടതായ ഈ സാക്ഷ്യം കർത്താവെ ചിലരുടെയെങ്കിലും ജീവിതത്തിൽ കർത്താവ് അത് ഇടപെടുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ. കർത്താവ്, ജീവിതത്തിൽ ആരെങ്കിലും വേദനയിലൂടെ, തിക്ത അനുഭവങ്ങളിലൂടെ, കർത്താവെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ കർത്താവെ സാക്ഷ്യം കേട്ടുവെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ആശ്വാസമായി തീരേണ്ടതിന് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിനെ അവർ കണ്ടുമുട്ടേണ്ടതിനും ഈ സത്യദൈവത്തെ അനുഭവിച്ചറിയേണ്ടതിനും രുചിച്ചറിയേണ്ടതിനും കർത്താവെ നീ അവർക്ക് മുഖാന്തരം ഒരുക്കണമേ എന്നോർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ, കർത്താവെ അരോമ ടിവിയുടെ കർത്താവ് ദൈവമേ അധികാരികൾക്കായി സ്തോത്രം. കർത്താവരെ അനുഗ്രഹിക്കണം. അവർ ചെയ്യുന്ന ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കണം. പ്രത്യേക ഫാമിലിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അനുഗ്രഹിക്കണമേ. അനേകർക്ക് പ്രിയദാസന്റെ ശുശ്രൂഷകൾ അനുഗ്രഹമായി തീരുവാൻ തൊക്കവണ്ണം കർത്താവ് സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കർത്താവ് നൽകി തന്ന നല്ല അവസരങ്ങൾക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ നന്ദി കർത്താവിന്റെ ദാസി സിസ്റ്റർ ഷീജ ജോസഫ് ഇത്രത്തോളം സമയം അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം വിലപ്പെട്ട സമയം ചെലവഴിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചതിന് കർത്താവിന്റെ ദാസിയോട് നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കളുള്ളതായി നന്ദി അറിയിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും
നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ട ദൈവം നാം മഹിമപ്പെടട്ടെ. തുടർമാനമായി ഞങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുന്ന എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും കാണുമ്പോഴേയും എല്ലാവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.